എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ടെൻസസ് എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ടെൻസസ് നിങ്ങളെല്ലാവരും കേട്ടതായിരിക്കും. കാലം നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ടെൻസ് കാലം എന്ന് പറയുന്നത് 3 തരത്തിലാണ് നമ്മൾ പറയാറുണ്ട്. ഏതൊക്കെയാണ്? ഇപ്പം നമ്മുടെ വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം എന്ന് പറയും. അപ്പോൾ നമ്മളത് ഇംഗ്ലീഷ് എന്തൊക്കെയാണ് പറയല്? പ്രസൻറ്റ് ടെൻസ് എന്ന് പറയും, പാസ്റ്റ് ടെൻസ് എന്ന് പറയും, ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും. അപ്പോൾ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രസൻറ്റ് എന്ന് പറയും. പണ്ട് നടന്ന അല്ലെങ്കിൽ ഭൂതകാലത്തിൽ നടന്നതിന് നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയും. ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് പറയും? ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ടെൻസസുകൾ പറയാറ്. ഇനി ഈ പറയുന്ന ഓരോ ടെൻസസും ഏകദേശം 4 തരങ്ങളിലുണ്ട്. അങ്ങനെ ടോട്ടൽ 12 സ്ട്രക്ചറാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? ഇപ്പോൾ നമ്മൾ കുറേ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മറന്നു കഴിഞ്ഞാലും നമുക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്കത് എങ്ങനെ മറന്നു കഴിഞ്ഞാലും അത് ഓർത്തെടുക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 തരത്തിലുള്ള ടെൻസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ മാറ്റം വരുന്നതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ വെർബിനാണ് ഇവിടെയൊക്കെ മാറ്റം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു വെർബ് എന്ന് പറയുന്ന സംഭവം. വെർബിൻ്റെ 3 ഫോമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? V1, V2, V3 എന്നിങ്ങനെ 3 ഫോമുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. എല്ലാവർക്കും ഓർമ്മ, നമ്മൾ പല ക്ലാസ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ V1 തന്നെ എന്ത് പറയാം? നമുക്ക് V1 ആണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസൻറ്റ് എന്ന് പറയുന്നത്. V2നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലേഡ് അല്ലേ? ഓർമ്മ ഉണ്ടാവും. പ്ലേ എന്നുള്ളതിൻ്റെ V2 ആണ് പ്ലേഡ്, അതിൻ്റെ V3 പ്ലേഡ് തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് വെർബിന് നമുക്ക് V1, V2, V3 ആയിട്ട് തിരിക്കാൻ പറ്റും. പിന്നെ V1ലേനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഡു, ഡസ് എന്ന് പറയുന്ന ഫോമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എസ് ചേർത്ത് വരുന്നത് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. വെർബിൻ്റെ കൂടെ എസ് ചേർന്ന് വരുമ്പോൾ സിംഗുലർ ആയിരിക്കും. വെർബിൻ്റെ കൂടെ എസ് ചേരാതെ വരുന്ന ഫോം ഡു ഫോം എന്ന് പറയുന്നത് പ്ലൂറൽ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ഓരോ ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ഈ വെർബിൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു 3 ഫോം ഉണ്ട് നമ്മൾ പറഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ചിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ വെർബിൻ്റെ കൂടെ ഒരു ഓക്സിലറി വെർബ് ചേർക്കണം. അതായത് വെർബ് നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു വെർബിനെ നമ്മളൊരു സെൻറ്റൻസിൽ എഴുതുമ്പോൾ നിർബന്ധമായിട്ടും ആ വെർബിൻ്റെ കൂടെ ഒരു സഹായക ക്രിയ അഥവാ ഒരു ഓക്സിലറി വെർബിനെയും കൂടെ അതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും ചേർക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഓക്സിലറി വെർബ് കാണേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്, അതെങ്ങനെയാണ് ചേർക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓക്സിലറി വെർബ് എത്ര തരത്തിലുണ്ടെന്ന് ഞാനൊന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വെർബിൻ്റെ കൂടെ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചേർക്കണം? ഒരു ഓക്സിലറി വെർബ് അഥവാ സഹായക ക്രിയ ചേർക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് ഇത്രയാണ് നമ്മുടെ എന്ത് പറയുന്നത്? ഓക്സിലറി വെർബുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിത് ഓരോരോ ഫാമിലി ആയിട്ട് പറയാം. ബി ഫാമിലി എന്ന് പറയുന്ന ഉണ്ടാവുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണ്? ആം, ഈസ്, ആർ, വാസ്, വർ, ബി, ബീൻ, ബി. ഓക്കെ, ഇതിൻ്റെ ഒരു ഹെഡ് എന്ന രീതി, ഈ ഫാമിലിൻ്റെ ഹെഡ് എന്ന രീതിയിൽ നമ്മൾ ബി ആണ് ഹെഡ് എന്ന രീതിയിൽ നമ്മൾ ബി ഫാമിലി എന്ന പേരെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ഡു ഫാമിലി നോക്കിയേ, ഡു, ഡസ്, ഡിഡ് ആണ് അതിലെ മെമ്പേഴ്സ്. ഹാവ് ഫാമിലി നോക്കിയേ, ഹാസ്, ഹാവ്, ഹാഡ്. ഓക്കെ, ഹാവ് പേര് കൊടുക്കാൻ കാരണം ജസ്റ്റ് ഇതിലെ ഹെഡ്, ഈ ഫാമിലിയിലെ ഹെഡ് ഹാവ് എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ പേര് ഹാവ് ഫാമിലി എന്ന് കൊടുത്തിട്ടുള്ളത്. അതേപോലെ മൊഡാൽ ഓക്സിലറികൾ വിൽ, ഷോൾ, വുഡ്, ഷുഡ്, മേ, മൈറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രധാനമായിട്ടും നമുക്ക് ഈ പറയുന്ന വില്ലും ഷോളുമാണ് നമ്മൾക്ക് ഈ പറയുന്ന ടെൻസ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. വിൽ, ഷോൾ എന്ന് പറയുന്ന ഏതാണ്? മൊഡാൽ ഓക്സിലറികളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിലറി വെർബുകൾ എന്ന് പറയുന്നത്. ബി ഫാമിലിയിൽ ഈ പറയുന്ന അംഗങ്ങളൊക്കെയാണുള്ളത്. ഡു ഫാമിലിയിൽ ഈ പറയുന്ന അംഗങ്ങളാണുള്ളത്. ഹാവ് ഫാമിലി എന്ന് പറയുമ്പോൾ ഈ അംഗങ്ങളാണ്. മൊഡാൽ ഓക്സിലറി പറയുമ്പോൾ ഈ അംഗങ്ങളാണുള്ളത്. പ്രധാനമായിട്ടും വില്ലും ഷോളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു നിയമമാണ് പറയുന്നത്. അതായത് ഇനി ഒരു മാറ്റവും വരാതെ എപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു നിയമമാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് ഇതൊന്നും നോക്കി വയ്ക്കുക. നമ്മൾ പറഞ്ഞു ഡു ഫാമിലി എന്ന് പറഞ്ഞാൽ ഡു, ഡസ്, ഡിഡ് എന്നാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ചേർക്കാൻ പോകുന്നത് ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ് V1 ആണ്. അതായത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ ചേർക്കേണ്ടത്, അതായത് V1. അപ്പോൾ ഡു, ഡസ്, ഡിഡിൻ്റെ കൂടെ എപ്പോഴും V1 ആണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ ഹാവ് ഫാമിലി, ഹാവ്, ഹാസ്, ഹാഡ് നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാവിൻ്റെ ഹാസിൻ്റെ കൂടെ എപ്പോഴും V3 ചേർക്കണം, നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഹാവ്, ഹാസ്, ഹാഡിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ V3 ചേർക്കണം, അതിനൊരു മാറ്റവും വരുത്തരുത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ വിൽ, ഷോൾ, അതുപോലത്തെ മൊഡാൽ ഓക്സിലറികളുടെ കൂടെ നമ്മൾ എപ്പോഴും V1 ചേർക്കാൻ പാടും. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു അടിസ്ഥാന നിയമമായിട്ട് നിങ്ങൾ ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. ഇത് ആരും മറന്നു പോകരുത്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി നമ്മുടെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കി വെച്ചോ. ഡു, ഡസ്, ഡിഡിൻ്റെ കൂടെ V1 മാത്രം, ഹാസ്, ഹാവ്, ഹാഡിൻ്റെ കൂടെ V3 മാത്രം, മൊഡാൽ ഓക്സിലറികളുടെ കൂടെയും V1 മാത്രമേ ചേർക്കാൻ പാടൂ.
ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ നിയമം ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഇനി നമുക്ക് എന്തിലേക്ക് കിടക്കാം? നമ്മുടെ ആദ്യത്തെ സംഭവം പ്രസൻറ്റ് ടെൻസിലെ ആദ്യത്തെ വണ്ണാണ് സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് എഴുതാമെന്ന് നോക്കാം. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ കിട്ടും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് എന്നാണ്. പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ V1 വെർബിൽ V1 V2 V3 ഏതാ പ്രസൻറ്റ് എന്ന് പറയുന്നത്? പ്രസൻറ്റ് എന്ന് പറയുന്നത് V1 ആണ് നമുക്കറിയാം, എല്ലാവർക്കും അറിയാലോ അത്. ഓക്കെ, പിന്നെ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് V1ൻ്റെ കൂടെ V1 വെർബ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സഹായക ക്രിയ വേണം. ഓക്കെ, സഹായക ക്രിയയുടെ ഫാമിലി ഇത് അവിടെ 3 കിടക്കുന്നുണ്ട്. V1ൻ്റെ കൂടെ വരുന്നത് ഡു, ഡസ്, ഡിഡ് അല്ലെങ്കിൽ മൊഡാൽ ഓക്സിലറിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൊഡാൽ ഓക്സിലറി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എപ്പോഴും ഇവിടെ നമ്മൾ കൂടുതലും വില്ലും ഷോളോ ഉപയോഗിക്കുന്നത്. ഇത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കൂടെ ആയിരിക്കും, ഫ്യൂച്ചർ ടെൻസിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ എവിടെയൊക്കെ ഫ്യൂച്ചർ കാണുന്നോ അവിടെയൊക്കെ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന സാധനം വില്ലും ഷോളും ആയിരിക്കും. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, അത് നമ്മൾ ഫ്യൂച്ചറിലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്ന ആരാണ്? ഡു, ഡസ്, ഡിഡ് പ്ലസ് V1 ആണ്. ഓക്കെ ആണല്ലോ. ഇതിൽ നോക്കിയേ, ഇതിലേതാണ് പ്രസൻറ്റ് എന്ന് പറയുന്നത്? ഡൂവും ഡസ്സുമാണ് പ്രസൻറ്റ് എന്ന് പറയുന്നത് ആണല്ലോ, അത് നിങ്ങൾക്കറിയാമല്ലോ. ഡിഡ് എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഡ് എന്ന് പറയുന്നത് V2 ഫോം ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡു, ഡസ് എന്ന് പറയുന്നത് V1 ഫോം ആണ്. ഇതിൽ ഡസ് എന്ന് പറയുമ്പോൾ സിംഗുലർ, ഡു എന്ന് പറയുമ്പോൾ പ്ലൂറൽ ഫോം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡു, ഡസ്, ഡിഡിൻ്റെ കൂടെയാണ് V1. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ V1 ഫോമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ V1 എന്ന് ഇവിടെ എഴുതി. V1ൻ്റെ കൂടെ നമുക്ക് ഇനി ഏതാ വേണ്ടത്? ഈ തന്നിരിക്കുന്ന നമ്മുടെ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ V1ൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഡു, ഡസ്, ഡിഡ്, അതായത് ഡു ഫാമിലിയിലെ ആൾക്കാരെയാണ് ഉപയോഗിക്കാൻ വേണ്ടത്. ഇത് നമ്മൾ ഉപയോഗിക്കാറില്ല. മൊഡൽ ഓക്സിലറി നമ്മൾ എപ്പോഴും എവിടെ ഉപയോഗിക്കുന്നത്? ഫ്യൂച്ചറിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫ്യൂച്ചർ വരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വേണ്ടത് ഡു, ഡസ്, ഡിഡ് ആണ്. ഡു, ഡസ്, ഡിഡിൽ നമുക്ക് വേണ്ടത് ആരാണ്? ഡിഡ് എന്തായാലും പാസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ പ്രസൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ ഡിഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഏതാ ഉപയോഗിക്കാൻ പോകുന്നത്? ഡു ഓർ ഡസ് അല്ലേ? ഡു ഓർ ഡസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ സിമ്പിൾ പ്രസൻറ്റിൻ്റെ രൂപം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഡു ഓർ ഡസ് പ്ലസ് V1 എന്ന് പറയുന്നതാണ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിൻ്റെ കൂടെ ചേർക്കുന്നതാണ്. അതായത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ചേർക്കാറ്? ഡസ് ചേർക്കാറ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹീ പ്ലേസ് ഫുട്ബോൾ. കണ്ടോ, ഇത് സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വെർബിൽ എസ് ചേർത്ത രൂപം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡസിൻ്റെ രൂപമാണ്, എസ് ചേർത്ത് വരുന്നത്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഇത് ചേർക്കുന്നത്. ഇനി ഡു ഫോം എവിടെയാണ് ചേർക്കുന്നത്? ദേ പ്ലേ ഫുട്ബോൾ. അപ്പോൾ ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റ് വന്നപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എസ് ഇല്ലാത്ത വെർബ് ചേർത്ത്. എസ് ഇല്ലാത്ത വെർബാണ്, അതായത് ഈ പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ട എസ് ഇല്ലാത്ത വെർബാണ്. അപ്പോൾ അതാണ് എന്ന് പറയുന്നത്. ഇത് ഡസ് ഫോമും ഇത് ഡു ഫോമാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഡു ഓർ ഡസ് പ്ലസ് V1 എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കാം, സിമ്പിൾ പാസ്റ്റ് നോക്കാം. ആദ്യം നമ്മൾ സിമ്പിൾ വെച്ചുള്ള എല്ലാ കാര്യങ്ങളും നോക്കാം. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് നോക്കി, സിമ്പിൾ പാസ്റ്റ് നോക്കി, അടുത്ത് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ നോക്കും. ഇനി അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ, ഓക്കെ, പാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? V2 അല്ലേ? വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് പാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാസ്റ്റ് എന്ന് കാണുമ്പോൾ തന്നെ ഞാൻ V2 എന്ന് ഇവിടെ എഴുതി വെച്ചു. വെർബാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു മൊഡൽ ഓക്സിലറി വേണമല്ലോ. മൊഡാൽ ഓക്സിലറി വേണമല്ലോ. നമ്മുടെ നിയമത്തിൽ നോക്കിക്കേ, V2 വരുന്നത് പാസ്റ്റിലാണ്. പാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏത് രൂപത്തിലാണ്? ഈ പറയുന്ന ഡിഡാണ് പാസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഡിഡാണ് പാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് V2 എന്ന് പറയുന്ന നമ്മുടെ ആളുടെ കൂടെ നമുക്കൊരു സഹായക ക്രിയ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പോകുന്നത് ഏതാണ്? ഡിഡ് പ്ലസ് V1 എന്ന് പറയുന്ന ഫോമാണ്. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് ഡിഡ് പ്ലസ് V1 എന്ന് പറയാം. ഇതാണ് എന്ത് തന്നെ? V2 എന്ന് പറയുന്നത്. അപ്പോൾ V2 എന്ന് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ എന്താണ്? ഡിഡ് പ്ലസ് V1 ആണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡു, ഡസ്, ഡിഡിൻ്റെ കൂടെ എപ്പോഴും V1 മാത്രമേ ചേർക്കാറുള്ളൂ, V2 ചേർക്കില്ല. അപ്പോൾ ഡിഡും V1 കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് അത് V2 ആയിട്ട് മാറുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് നമ്മുടെ സിമ്പിൾ പാസ്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്താണ് സിമ്പിൾ പാസ്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? ഡിഡ് പ്ലസ് V1 ആണ് ഒന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് എഴുതാം? V2 എന്ന് എഴുതാം. ഈ V2 ആണ് ഡിഡ് പ്ലസ് V1 എന്ന് പറയുന്നത്. കാരണം ഡിഡിൻ്റെ കൂടെ V1 മാത്രമേ വരൂ, നമ്മൾ ഓൾറെഡി നിയമത്തിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, ഈ ഹീ പ്ലേഡ് ഫുട്ബോൾ പാസ്റ്റ് ആണ് അല്ലേ? ഇത് V2 ഫോമാണ്. ഹി പ്ലേഡ് ഫുട്ബോൾ എന്ന് പറയുന്നത് എന്താണ്?
സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? V2 ആണ് പറയുന്നത്. ഇനി നമ്മൾ ഡിഡ് പ്ലസ് V1 ഫോമിൽ എഴുതുന്ന എപ്പോഴാണ് വെച്ചാൽ ഡിഡ് എപ്പോഴും വരുന്നത് നോട്ട് കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമ്മൾ സാധാരണ എന്ത് പറയല് ഡിഡ് ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹി ഡിഡ് നോട്ട് പ്ലേ ഫുട്ബോൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡിഡ് ചേർത്ത് വന്നപ്പോൾ അതിൻ്റെ കൂടെ എന്ത് വന്നു? നോട്ടും കൂടെ വരാം. അപ്പം സാധാരണ നോട്ടുള്ളപ്പോഴാണ് നമ്മൾ ഡിഡ് ഉപയോഗിക്കാറ്, അല്ലാതെ സാധാരണഗതിയിൽ നമ്മൾ V2 ഫോം നേരിട്ട് എഴുതാറ്, ഡിഡ് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഡിഡ് പ്ലസ് V1, ഡിഡ് പ്ലസ് V1 ആണ് വരുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അതിന് പകരം നമ്മൾ ഒന്നിച്ച് V2. അപ്പോൾ സാധാരണ ഡിഡ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നോട്ട് വരുന്ന സെൻറ്റൻസുകളാണ് നമ്മൾ ഡിഡ് ചേർത്ത് എഴുതാറുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതേമാതിരി ഹി പ്ലേഡ് ഫുട്ബോൾ എന്നുള്ള V2 ഫോമിൽ ഇങ്ങനെ എഴുതിയാൽ മതി. അതാണ് നമ്മുടെ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത നമ്മുടെ കാറ്റഗറി സിമ്പിൾ ഫ്യൂച്ചർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഫ്യൂച്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് എഴുതണം? വിൽ ഓർ ഷോൾ എഴുതണം എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലേ? വിൽ ഓർ ഷാളാണ് നിങ്ങൾ എപ്പോഴും എഴുതേണ്ടത്. ഫ്യൂച്ചർ എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് വിൽ ഓർ ഷോൾ ആയിരിക്കണം. എവിടെ ഫ്യൂച്ചർ എന്ന് കേട്ടോ നിങ്ങളുടെ മനസ്സിൽ ടെൻസ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വരേണ്ടത് ഏതാണ്? വിൽ ഓർ ഷോൾ ആണ്. പിന്നെ നമ്മൾ പഠിച്ചു നമ്മുടെ നിയമത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? വിൽ ഓർ ഷോൾ അല്ലെങ്കിൽ മൊഡാൽ ഓക്സിൽ കഴിഞ്ഞാൽ V1 മാത്രമേ ചേർക്കാൻ പാടൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? V1 മാത്രമേ ചേർക്കാൻ പാടൂ. അപ്പോൾ വിൽ ഓർ ഷോൾ കഴിയുമ്പോൾ എന്ത് വരണം? V1 വരണം. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറന്നുപോയി കഴിഞ്ഞാൽ ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ നിയമം ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ആ രീതിയിലാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ വില്ലും ഷോൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത്, നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മളൊരു ബോൾ ക്യാച്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ഐ ഷോൾ എന്ന് വിളിച്ച് പറയാറുണ്ട്. ഓക്കെ, കളിക്കുന്നവർക്ക് ഇത് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഐ ഷോൾ എന്ന് പറയുന്നത് കണ്ടോ? ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ. സാധാരണഗതിയിൽ ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെയാണ് നമ്മൾ ഷോൾ പ്ലസ് V1 ചേർക്കാറ്. അപ്പോൾ ഷോൾ നമ്മൾ ചിലപ്പോൾ അധികം ചേർക്കാറ് ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് പേഴ്സൺ ആയി കഴിഞ്ഞാൽ ഏതാ സെക്കൻഡ് പേഴ്സൺ? ഏതാണ്? യു, ഹി, ഷീ, അതേപോലെ ഇറ്റ്, ദേ, അങ്ങനത്തെ സെക്കൻഡ് പേഴ്സൻ്റെ കൂടെ നമ്മൾ സാധാരണ ചേർക്കാറുള്ളത് ഈ പറയുന്ന വില്ലാണ്. ഓക്കെ, അപ്പോൾ ഐൻ്റെ കൂടെ എപ്പോഴും ഷോളാണ് നമ്മൾ ചേർക്കാറ്. അതേപോലെ തന്നെ സെക്കൻഡ് പേഴ്സൻ്റെ കൂടെയൊക്കെ നമ്മൾ എന്താ ചേർക്കാറ്? വില്ലാണ് സാധാരണഗതിയിൽ ചേർക്കാറുള്ളത്. അപ്പോൾ ഇതാണ് സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് കണ്ടിന്യൂസ് ഫോമിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിൾ കഴിഞ്ഞു. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചറും പറഞ്ഞു. ഇനി നമ്മൾ കണ്ടിന്യൂസ് പറയാൻ പോവാണ്. കണ്ടിന്യൂസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് വെർബിൻ്റെ ING രൂപമാണ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് വെർബിൻ്റെ ING രൂപമാണ്. അപ്പോൾ നമ്മുടെ നിയമം നോക്കിക്കുക. ഇവിടെ നമ്മുടെ നിയമത്തിൽ നമ്മൾ ING ഫോം എവിടെയും ചേർത്തിട്ടില്ല. V1, V3, V1 മാത്രമേ ചേർത്തിട്ടുള്ളൂ അല്ലേ? അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഫാമിലീസിൽ ബാക്കി നിൽക്കുന്നത് ആരാണ്? ബി ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സാധാരണഗതിയിൽ നമ്മൾ ING ചേർക്കുന്ന ആരുടെ കൂടെയാണ്? ഈ ബി ഫാമിലിയുടെ കൂടെയാണ്. അപ്പോൾ വെർബ് പ്ലസ് ING കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നേ വരുന്നത് ആരായിരിക്കും? എപ്പോഴും ബി ഫാമിലി ആയിരിക്കും സാധാരണ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബി ഫാമിലി കഴിഞ്ഞാണ് നമ്മൾ ING ഫോം ഉപയോഗിക്കാറുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ബി ഫാമിലി എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ആം, ഈസ്, ആർ, വാസ്, വേർ എന്ന് വരുന്നുണ്ട്. അല്ലാതെ ബി, ബീൻ, ബീയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ആലോചിച്ച് വയ്ക്കുക. ബി ഫാമിലിയുടെ കൂടെയാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? ഈ പറയുന്ന വെർബിൻ്റെ ING രൂപം നമ്മൾ ചേർക്കുന്ന നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത നോക്കാൻ പോകുന്ന ഏതാണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ്. ആദ്യത്തെ ആൾ പ്രസൻറ്റ് അല്ലേ? അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് ആയതുകൊണ്ട് വരേണ്ടത് ആരാണ്? നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ING ഫോം ആണെന്ന് മനസ്സിൽ വന്നു. അപ്പോൾ കണ്ടിന്യൂസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ING രൂപം ഞാനിവിടെ എഴുതി വെച്ചു. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മുടെ ബി ഫാമിലി എന്ന് പറയുന്നത് ആരൊക്കെയാണെന്നാണ് പറഞ്ഞത്? ആം, ഈസ്, ആർ, വാസ്, വേർ. പിന്നെ കൂടാതെ നമ്മൾ ഏതൊക്കെ ചേർക്കുന്നുണ്ട്? ബീൻ, ബീയിങ് എന്ന് പറയുന്നത് കൂടെ നമ്മൾ എഴുതുന്നുണ്ട്. അത് ഇവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ആം, ഈസ്, ആർ, വാസ്, വേർ എന്ന് പറയുന്നതാണ് നമ്മുടെ ബി ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ എന്താണ് വെർബിൻ്റെ ING ഫോം എന്ന് ഇവിടെ എഴുതി വെച്ചു. ഇനി ഇവിടെ ഒരാളും കൂടെ വേണമല്ലോ. അതാരാ വേണ്ടത്? പ്രസൻ്റ് ആണ്. അപ്പോൾ ഈ ബി ഫാമിലിയാണ് നമ്മൾ വെർബ് INGൻ്റെ കൂടെ ചേർക്കേണ്ടത്. ബി ഫാമിലി മാത്രമേ ചേർക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ബി ഫാമിലിയിൽ പ്രസൻറ്റ് ആരാളുള്ളത് നോക്കാം. ഇവിടെ പ്രസൻറ്റാണ് ചോദിച്ചുള്ളത്. ബി ഫാമിലി പ്രസൻറ്റ് ആരാണ്? ആം, ഈസ്, ആർ എന്ന് പറയുന്നതാണ് പ്രസൻറ്റ്. വാസ്, വേർ എന്ന് പറയുന്ന പാസ്റ്റ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ രൂപം എന്ന് പറയുന്നത് എന്താണ്? ആം, ഈസ്, ആർ പ്ലസ് വെർബ് പ്ലസ് ING ആണ്.
ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത ആൾ ആരാണ്? പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് അടുത്ത ആൾ. അപ്പോൾ കണ്ടിന്യൂസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ വെർബ് ING ഫോം എഴുതി. ഇനി ഇതിൻ്റെ മുമ്പിൽ ആൾ വേണം. വെർബ് ING ഫോമിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്ന ബി ഫാമിലിയിലെ ആളാണ്. ബി ഫാമിലിയിൽ എവിടെ പാസ്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബി ഫാമിലിയിലെ പാസ്റ്റ് ആരാണ്? വാസും വേറുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് എഴുതി? വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് നമ്മുടെ പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ രൂപം എന്ന് പറയുന്നത്. അടുത്ത ആളാരാണ്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് അല്ലേ? അടുത്ത ആൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് ചേർക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് വേണം? വെർബ് പ്ലസ് ING നമ്മൾ എഴുതി. ഫ്യൂച്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് എഴുതണം? വിൽ ഓർ ഷോൾ എഴുതണം. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഫ്യൂച്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിൽ ഓർ ഷാൾ ആലോചിക്കണം. കണ്ടിന്യൂസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വെർബ് പ്ലസ് ING ചേർക്കണം. ഇനി നിങ്ങൾക്കൊരു കാര്യം അറിയാം, വിൽ ഓർ ഷോളിൻ്റെ കൂടെ നമ്മൾ എന്ത് മാത്രമേ ചേർക്കാറുള്ളൂ? V1 മാത്രമേ ചേർക്കാറുള്ളൂ. നമ്മൾ നിയമത്തിൽ പഠിച്ചു. വെർബ് പ്ലസ് INGൻ്റെ കൂടെ, അതായത് ഈ പറയുന്ന ING വെർബിൻ്റെ ING രൂപത്തിൻ്റെ കൂടെ നമ്മൾ ബി ഫാമിലിനെ മാത്രമേ ചേർക്കാറുള്ളൂ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഈ പറയുന്ന രണ്ട് സാധനം കൂടെ ഒരുമിച്ച് വരുന്നൊരു വാക്ക് വേണം ഇവിടെ ചേർക്കാനായിട്ട്. കാരണം വിൽ ഷോളിൻ്റെ കൂടെ V1 മാത്രമേ വരത്തുള്ളൂ. അതുപോലെ തന്നെ ബി ഫാമിലി വേണം ഈ പറയുന്ന വെർബ് പ്ലസ് INGൻ്റെ കൂടെ ചേർക്കാൻ. അപ്പോൾ അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളെ വേണം നമുക്ക് ഇവിടെ പിടിച്ചിടാൻ വേണ്ടിയിട്ട്, അല്ലേ? രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളെ വേണം നമുക്ക് ഇവിടെ പിടിച്ചിടാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? കാരണം എന്താ? വിൽ ഓർ ഷോളിൻ്റെ കൂടെ V1 മാത്രമേ വരുള്ളൂ. വെർബ് പ്ലസ് ING, അതായത് വെർബിൻ്റെ ING രൂപത്തിൻ്റെ കൂടെ ബി ഫാമിലിയെ വരത്തുള്ളൂ. അപ്പോൾ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാൾ വേണം ഈ ഭാഗത്ത് വരാനായിട്ട്, അല്ലേ? ഇവിടെ ഒരു പ്ലസ്, അതുപോലെ തന്നെ ഇവിടെ ഒരു പ്ലസ്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്ക് ഈ പറയുന്നതും സാറ്റിസ്ഫൈ ചെയ്യണം, ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാൾ വേണം. ഓക്കെ, അപ്പോൾ വെർബ് പ്ലസ് ING എന്തായാലും എന്തേ വരത്തുള്ളൂ? ബി ഫാമിലി മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബി ഫാമിലിയിലേക്ക് നോക്കി. ഈ ബി ഫാമിലിയിൽ ഞാൻ പറഞ്ഞു, ഈ ബി ഫാമിലിയിലെ തലവൻ എന്ന് പറയുന്ന ഹെഡ് ആരാണ്? ബി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ബി ഫാമിലിക്ക് ബി എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രസൻറ്റും ഈ ബീൻ എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റുമാണ്. ഓക്കെ, ബീങ് നമ്മളിപ്പോൾ എവിടെ ഉപയോഗിക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ബി ഈ പറയുന്നതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു, അല്ലേ? ഇത് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിച്ചു, ഇത് പാസ്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിച്ചു. ഇനി അടുത്ത നമ്മൾ വരാൻ പോകുന്നത് ബീൻ ബീയിങ് ആണ്. ഇതിൽ ബീനുമാണ് നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇപ്പോൾ അവിടെ എന്നുള്ളത് ആരാണ്? ബി. ഇതിൽ തന്നിരിക്കുന്നതിൽ ബി ആണ് എന്ത് പറയുന്നത്? V1 ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ബി ആണ് V1 ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അത് ബി ഫാമിലിയിലെ ഹെഡ് ബി എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പേര് ബി ഫാമിലിക്ക് കിട്ടിയതും. അപ്പോൾ ബി എന്ന് പറയുന്നത് V1 ആണ്. അപ്പോൾ ഞാനിവിടെ ബി എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുമ്പോൾ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിൽ ഓർ ഷോളിൻ്റെ കൂടെ V1 ആണ് ചേർക്കേണ്ടത്. ബി എന്ന് പറയുന്നത് V1 തന്നെയാണ്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ആയേ. ഇനി വെർബ് പ്ലസ് INGൻ്റെ കൂടെ ബി ഫാമിലി തന്നെയാണ് ചേർക്കേണ്ടത്. ബി എന്ന് പറയുന്ന ആൾ ബി ഫാമിലിയിലൊരു അംഗം തന്നെയാണ്. അപ്പോൾ എന്തായി? രണ്ട് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വിൽ ഓർ ഷോൾ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ING ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായല്ലോ? ഇനി അടുത്ത നമ്മൾ ആളാരാണ്? കണ്ടിന്യൂസ് കഴിഞ്ഞു, അടുത്ത പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റിൽ പറയുമ്പോൾ ആദ്യം വരുന്ന ആളാരാണ്? നിങ്ങൾ പിന്നെ ഒരു കാര്യം, പെർഫെക്റ്റ് എന്ന് പറയുന്ന സാധനം വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട വാക്കുകൾ ഏതൊക്കെയാണ്? ഹാസ്, ഹാവ്, ഹാഡ്. ഓക്കെ, എവിടെ പെർഫെക്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ടെൻസുകളിൽ നിങ്ങൾ പെർഫെക്റ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഹാസ്, ഹാവ്, ഹാഡ് ഈ പറയുന്ന ആൾക്കാരുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി ആദ്യത്തെ കാറ്റഗറി എഴുതാൻ പോവുകയാണ്, പ്രസൻറ്റ് പെർഫെക്റ്റ്. പെർഫെക്റ്റിൽ ആദ്യത്തെ ആളാണ് ഏതാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ്. അപ്പോൾ പെർഫെക്റ്റ് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ആര് വേണം നമ്മൾ ആലോചിക്കേണ്ടത്? ഹാസ്, ഹാവ്, ഹാഡിനെയാണ് ആലോചിക്കേണ്ടത്, അല്ലേ? അതിലേതാ വേണ്ടത്? പ്രസൻ്റ് ആണ്. അപ്പോൾ ഹാസ്, ഹാവ്, ഹാഡിൽ നമ്മൾ ആദ്യം വേണ്ട ആൾ നമുക്കിതാണ് ഹാസ്. പെർഫെക്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം എഴുതി. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? പ്രസൻ്റ് ആണ്. പ്രസൻറ്റ് ഹാസ്, ഹാവ്, ഹാഡിൽ പ്രസൻറ്റ് ഏതാണ്? ഹാസും ഹാവും മാത്രമാണ് പ്രസൻറ്റ്. ഹാഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെയൊക്കെ ആര് വേണ്ട? ഹാഡ് നമുക്ക് വേണ്ട. ഓക്കെ, ഇനി നമ്മളെപ്പോഴും പഠിച്ചിട്ടുണ്ട് നിയമത്തിൽ ഹാസ് ഹാവിൻ്റെ കൂടെ എപ്പോഴും എന്തേ വരത്തുള്ളൂ? V3 മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ V3 ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ നമ്മുടെ സ്ട്രക്ചർ എന്താണ്? ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്.
പാസ്റ്റ് പെർഫെക്റ്റും തന്നെയാണ്, ഇതേപോലെ തന്നെയാണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഹാസ്, ഹാവ്, ഹാഡ് എന്ന് എഴുതി. പക്ഷേ ഇതിൽ പാസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹാസും ഹാവും നമ്മൾ കളഞ്ഞു, ഹാഡ് മാത്രം നമ്മൾ എഴുതി. ഹാഡിൻ്റെ കൂടെ എന്താ വരത്തുള്ളൂ? V3 മാത്രമേ വരത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് V3 ആണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് കിട്ടി. ഇനി അടുത്ത ഏതാണ്? നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കഴിഞ്ഞു, പാസ്റ്റ് പെർഫെക്റ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഹാസ് ഓർ ഹാവ് പ്ലസ് ഹാഡ് നമ്മൾ എഴുതി. ഫ്യൂച്ചർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? വിൽ ഓർ ഷോൾ എഴുതണം. ഓക്കെ, വിൽ ഓർ ഷോൾ എഴുതണം. ഇനി എന്താണ്? വിൽ ഓർ ഷോൾ കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണ്? ഇനി ഇവിടെ ഒരു സാധനം വേണം, അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകേണ്ടത് അല്ലേ? വിൽ ഓർ ഷോളിൻ്റെ കൂടെ എപ്പോഴും ആരേ വരാൻ പാടുള്ളൂ? V1 മാത്രമേ വരാൻ പാടൂ. വിൽ ഓർ ഷോളിൻ്റെ കൂടെ ആര് മാത്രമേ വരാൻ പാടൂ? V1 മാത്രമേ വരാൻ പാടൂ. അതുപോലെ തന്നെ ഹാസും ഹാവിയും ഹാഡിൻ്റെയും കൂടെ ആരേ വരാൻ പാടൂ? V3 വരാൻ പാടൂ. അപ്പോൾ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം, ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ പറഞ്ഞ അതേ ഒരു സംഭവം ഇവിടെ വന്നു. എന്താ വന്നത്? വിൽ ഓർ ഷോൾ കഴിഞ്ഞാൽ V1 മാത്രമേ ചേർക്കാൻ പാടൂ. പക്ഷേ ഹാസും ഹാവും ഹാഡും കഴിഞ്ഞാൽ ഏതാണ്? V3 ആണ് ചേർക്കാൻ പാടും. ആ ഒരു പ്രശ്നം അവിടെ വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ വിൽ ഓർ ഷോൾ എഴുതി. അത് കഴിഞ്ഞ് നമുക്ക് എന്താ വേണ്ടത്? V1 ആണ് വേണ്ടത്. V1 ആണ് വേണ്ടത്. പോരാത്തിന് ഇവിടെ എന്തും വേണം? ഹാവ് ഫാമിലി ആളും വേണം. കാരണം പെർഫെക്റ്റ് വന്നതുകൊണ്ട് തന്നെ ഹാവ് ഫാമിലി ഹാസ് ഓർ ഹാവോ ഹാഡ് ഇവിടെ നിർബന്ധമായിട്ടും വേണം. ഓക്കെ, അപ്പോൾ ഹാവ് ഫാമിലിയിലെ തലവൻ ആരാണ്? ഹാവ് ആണ്. അതുകൊണ്ടാണ് അതിന് പേര് ഹാവ് ഫാമിലി വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹാസും ഹാവും പറയുന്നത് എന്താണ്? V1 ആണല്ലോ അല്ലേ? പ്രസൻറ്റ് രൂപമാണ് ഹാസ് ഹാവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഹാവിനെ ഞാനിവിടെ എഴുതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് പറയുന്നത് V1 രൂപമാണ്. അപ്പോൾ എന്താണ്? വില്ല് ഷാള് കഴിഞ്ഞിട്ട് എന്ത് വന്നു? V1 രൂപം വന്നില്ലേ? ആ കാര്യം സാറ്റിസ്ഫൈ ആയില്ലേ? ഓക്കെ, ഇനി ഹാവ് ഇവിടെ ഓൾറെഡി വന്നു. പെർഫെക്റ്റിൻ്റെ ഹാവ് ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ വേണ്ടത്? ഹാവ് കഴിഞ്ഞാൽ ഏതാ വേണ്ടത്? V3 വരണം. ഒരു V3 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാസ്, ഹാവ്, ഹാഡ് ആരെങ്കിലും ഒരാൾ വേണം നമുക്കറിയാം. ഓക്കെ, അത് കഴിഞ്ഞാൽ V3 വരണം എന്ന് നമുക്കറിയാം. ഫ്യൂച്ചർ ആണെങ്കിൽ വിൽ ഓർ ഷോൾ എന്ന് എഴുതി. വിൽ ഓർ ഷോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ V1 വരണം എന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിൽ ഓർ ഷോൾ കഴിഞ്ഞിട്ടുള്ള V1 നമ്മൾ തപ്പി ഇറങ്ങി. അപ്പോൾ എവിടേക്ക് പോയി? നമ്മൾ ഇവിടെ കൂടെ ഉള്ളത് ഹാവ് ഫാമിലിയാണ് അല്ലേ? ഹാവ് ഫാമിലിയിൽ ആരാണ് V1 ആയിട്ട് വരുന്നത്? ഹാവ് ആണ്. നമ്മൾ ഹാവിന് അതുപോലെ എഴുതി. എന്തെഴുതി? ഹാവ് കഴിഞ്ഞാൽ പിന്നെ എന്താ വരേണ്ടത്? V3 വരേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ ആലോചിച്ച് വെച്ചാൽ ഇത് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഒരു കാര്യം കൂടി ആലോചിച്ച് വെച്ചാൽ മതി. ഒരു കാരണവശാലും വിൽ ഓർ ഷോൾ കഴിഞ്ഞിട്ട് എന്ത് വരത്തില്ല? ഹാസ് വരത്തില്ല. ഓക്കെ, വിൽ ഓർ ഷോളിൻ്റെ കൂടെ എപ്പോഴും ഹാവ് മാത്രമേ വരത്തുള്ളൂ, അല്ലാതെ എന്ത് വരില്ല? ഹാസ് വരത്തില്ല. ഹാഡ് പിന്നെ എന്തായാലും വരത്തില്ല. ഓക്കെ, അപ്പോൾ വിൽ ഓർ ഷോളിൻ്റെ കൂടെ എപ്പോഴും എന്തേ വരത്തുള്ളൂ? നമ്മൾ എന്തേ ഉപയോഗിക്കാറുള്ളൂ? ഈ മൊഡാൽ ഓക്സിലറി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഹാവ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, ഹാസ് ഉപയോഗിക്കാറില്ല. അത് നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, അപ്പോൾ ഹാവ് നമ്മൾ എഴുതി കഴിഞ്ഞു. വിൽ ഓർ ഷോൾ കഴിഞ്ഞിട്ടപ്പോൾ V1 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. നമ്മുടെ ഹാവ് കഴിഞ്ഞാൽ പിന്നെ എന്തും കിട്ടണം? V3 വരേണ്ട. ആ V3 നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതാണ്? പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിനാദ്യം വരുന്നത് ആരാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ ആദ്യത്തെ ആൾ. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്തൊക്കെയാണ് അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. ഞാൻ പറയുന്നതിൻ്റെ കൂടെ ഒന്ന് ചിന്തിക്കുക. കണ്ടിന്യൂസ് നേർക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് വെർബ് പ്ലസ് ing വരണം. ഓക്കെ, പെർഫെക്റ്റ് നോക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വരേണ്ടത് എന്താണ്? ഹാസ്, ഹാവ്, ഹാഡ് വരണം. ഓക്കെ, പിന്നെ ഇവിടെ പ്രസൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹാസ് ഓർ ഹാവ് മതി. ഹാഡ് കളയാം. നമുക്ക് ഹാഡിൻ്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് എന്താണ്? ഹാസ് ഓർ ഹാവ് കഴിഞ്ഞാൽ എന്താ വരേണ്ടത്? V3 വരണം അല്ലേ? ഹാസും ഹാവും കഴിഞ്ഞ് കഴിഞ്ഞാൽ V3 വരണം. ഈ ing ഫോം, വെർബ് ing ഫോമിന് കൂടെ നമ്മൾ എന്തേ ചേർക്കാറുള്ളൂ? ബി ഫാമിലി മാത്രമേ വരാറുള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ബി ഫാമിലി മാത്രമേ വരാറുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ബി ഫാമിലിയിലെ
ഇതേപോലെ തന്നെ V3 രൂപത്തിൽ കിടക്കുന്ന ഒരാളുണ്ട്, അയാളാണ് തിരഞ്ഞെടുത്താൽ പോരെ. അപ്പോൾ നമ്മുടെ പ്രശ്നം തീർന്നു. നമ്മൾ പറഞ്ഞു ഈസ് ആം ആർ വാസ് വേർ, ഈസ് ആം ആർ പ്രസൻറ്റും വാസ് വേർ എന്ന് പറയുന്നത് പാസ്റ്റുമാണ്. ഇതിൽ പിന്നെ നമ്മൾ പറഞ്ഞു എക്സ്ട്രാ വരുന്ന ആരാണ്, ബി വരുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി V1 ആയിട്ട് നേരത്തെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ആരാ വരുന്നത്, ബീനാ വരുന്നത്. തൽക്കാലം ബീങ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കിപ്പോൾ ഇല്ല. ബീനെ എടുത്തു. ബീൻ എന്ന് പറയുന്നത് എന്താണ്, V3 ഫോമാണ്. ഓക്കെ, അപ്പോൾ ബി ഫാമിലിയിലെ തേർഡ് ഫോമാണ് എന്ത് പറയുന്നത്, V3 ഫോമാണ് എന്ത് പറയുന്നത്, ബീൻ എന്ന് പറയുന്നത്. അപ്പോൾ ബി ഫാമിലിയിലെ തേർഡ് ഫോമാണ് ബീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ V3 എന്ന് പറയുന്ന ആൾ നമ്മൾ ബീനാണ് ഇവിടെ ഇറക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഞാനിവിടെ ബീൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഹാസ് ഓർ ഹാവ് കഴിഞ്ഞിട്ട് എനിക്ക് V3 കിട്ടി. വെർബ് പ്ലസ് INGൻ്റെ കൂടെ ബി ഫാമിലിയാണ് വേണ്ടത്. ബീൻ എന്ന് പറയുന്നത് ബി ഫാമിലിയിലെ ഒരു അംഗം തന്നെയാണ്. അപ്പോൾ എന്തായി, രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ആണ്. ക്ലിയർ ആയല്ലോ? ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ? ഇനി അടുത്ത ആരാണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞാൽ അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇതെങ്ങനെ വരിക, കണ്ടിന്യൂസ് നേർക്കുമ്പോൾ വെർബ് പ്ലസ് ING രൂപം വരണം. പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഹാസ് ഹാവ് ഹാഡാണ് വരേണ്ടത്. ഇവിടെ പാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് മതി, ഹാഡ് മതി. ഹാഡ് കഴിഞ്ഞ് എന്ത് വരണം, V3 വരണം. വെർബ് പ്ലസ് INGൻ്റെ മുന്നേ എന്ത് വേണം, ബി ഫോം വേണം. അങ്ങനെ ഒരാളെ ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ബി ഫോമിൽ വരുന്നതും അതേപോലെ തന്നെ ബി ഫാമിലിയിൽ വരുന്നതും അതുപോലെ തന്നെ അതിലെ V3യുമായ ബീൻ എന്ന് പറയുന്ന ആളെ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഫോം എന്ന് പറയുന്നത്, ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING, വെർബ് പ്ലസ് ING. ഇതാണ് നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസിൻ്റെ രൂപം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനിയാണ് നമ്മൾ അടുത്ത ആൾ. ഫ്യൂച്ചർ വരുമ്പോഴാണ് എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ നേരത്തെ വന്നുകൊണ്ടിരുന്നത് അല്ലേ. ഇനി എന്താണ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് അടുത്ത ആൾ. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ വെർബ് പ്ലസ് ING നമ്മുടെ മനസ്സിൽ വേണം. പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്, ഹാസ് ഹാവ് ഹാഡ് വരണം. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരേണ്ടത് വിൽ ഓർ ഷോൾ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വില്ലിൻ്റെയും ഷോളിൻ്റെയും കൂടെ നമ്മൾ എപ്പോഴേ V1 ചേർക്കാൻ പാടൂ. ഈ തന്നിരിക്കുന്നതിൽ V1 ഫോം ഏതാണ്, ഈ പറഞ്ഞ ഹാസും ഹാവുമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ഹാസ് ചേർക്കാറില്ല, ഹാവ് മാത്രമേ ചേർക്കാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ വിൽ ഓർ ഷോളിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ എന്തേ ചേർക്കാറുള്ളൂ, ഹാവ് മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ വിൽ ഓർ ഷോൾ കഴിഞ്ഞിട്ട് V1 വേണമെന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നോക്കിക്കേ, ഹാവ് കഴിഞ്ഞാൽ എന്താ വേണ്ടത്, ഇവിടെ നമ്മൾ ഹാവ് എഴുതി കഴിഞ്ഞാൽ അതിന് ശേഷം V3 വേണ്ടേ. ഈ ഹാവിന് ശേഷം V3 വേണം. അതുപോലെ തന്നെ ഈ വെർബ് പ്ലസ് INGൻ്റെ മുന്നേ എന്ത് വേണം, ബി ഫാമിലിയിലെ ഒരാൾ വരണം അല്ലേ. ബി ഫാമിലിൻ്റെ കൂടെയാണ് നമ്മൾ വെർബ് പ്ലസ് ING എഴുതാറുള്ളത്. അങ്ങനത്തെ ഒരാളെ ഓൾറെഡി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ്, ആരാണ്, ബി ഫാമിലിയിലെ തേർഡ് രൂപമായ ആരാണ്, ബീന്. അതിവിടെ വരികയാണെങ്കിൽ എന്ത് സംഭവിച്ചു, ഹാവിന് ശേഷം V3 രൂപവും വന്നു, വെർബ് പ്ലസ് INGൻ്റെ മുന്നേ ബി ഫാമിലിയും വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന രൂപം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ ഈ രീതിയിൽ ആലോചിച്ച് നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ കാണാതെ പഠിക്കുകയല്ല ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന സ്ട്രക്ചറുകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഓരോന്ന് പഠിക്കും, കണ്ടീഷൻസൊക്കെ പഠിക്കും. ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് അതേപോലെ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെയൊക്കെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. പക്ഷേ ആ കണ്ടീഷൻസൊക്കെ അറിഞ്ഞാൽ പോലും ഇതിൻ്റെ സ്ട്രക്ചർ ഏതാണെന്ന് ഓപ്ഷനിൽ കണ്ടാൽ തിരിച്ചറിഞ്ഞാലല്ലേ നമുക്കിത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ എങ്ങനെയാണ് ആലോചിക്കേണ്ടതെന്നുള്ള രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്ത്, കാണാതെ പഠിക്കുകയല്ല. അപ്പോൾ ആ രീതിയിൽ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് എന്ത് ചെയ്യാൻ പറ്റും, മനഃപ്പാടമാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ,
ഇനി നമുക്ക് വേഗം ഓരോ ടോപ്പിക്കിലേക്കും കിടക്കാം. നോക്കിയാൽ ആദ്യത്തെ പ്രസൻറ്റ് ടെൻസ് ആട്ടോ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ സ്ട്രക്ചറുകളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നും എടുത്ത് പരിശോധിക്കാം, എന്തൊക്കെയാണ് എങ്ങനെയാണ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത് നോക്കാം. ആദ്യം നമ്മൾ പ്രസൻറ്റ് ടെൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഓർഡറിൽ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സ്ട്രക്ചറുകളൊക്കെ നിങ്ങൾ ഒരുമിച്ച് എഴുതി വയ്ക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക, കാണാതെ ആരും പഠിക്കരുത്. ഇനി പ്രസൻറ്റ് ടെൻസിൽ നോക്കി ആദ്യത്തെ ആരാണ്? സിമ്പിൾ പ്രസൻറ്റ് ആണ്. സാധാരണഗതിയിൽ എവിടേക്കാണ് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത് നോക്കാം. ഹാബിച്വൽ ആക്ഷൻസിലാണ്, അതായത് സ്ഥിരമായി ചെയ്യാറുള്ള പ്രവർത്തികൾ. നമ്മൾ ഒരു കാര്യം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും. അതിനാണ് നമ്മൾ ഹാബിച്വൽ ആക്ഷൻസ്, റിപ്പീറ്റഡ് ആക്ഷൻസ് എന്നൊക്കെ പറയും. തുടർച്ചയായി ഡെയിലി നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം നോക്കി, ഷീ ഗോസ് ടു സ്കൂൾ എവരി, എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട് അവൾ. അപ്പോൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ആ കുട്ടി സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നമുക്കത് സിമ്പിൾ പ്രസൻറ്റിൽ പറയാം. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചറൊക്കെ നമുക്ക് ഇതൊന്ന് നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും. ഇനി എന്താണ്? ഐ ഗെറ്റ് അപ്പ് എവറി ഡേ അറ്റ് 6 o'clock എന്നാണ് പറയുന്നത്. ഐ ഗെറ്റ് അപ്പ് എവറി, എല്ലാ ദിവസവും 6 മണിക്ക് ഞാൻ എണീക്കാറുണ്ട്. അപ്പോൾ അതും സ്ഥിരമായി ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അത്തരം സെൻറ്റൻസുകളൊക്കെ നമ്മൾ എന്തിലാണ് പറയുക? സിമ്പിൾ പ്രസൻറ്റിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റിലാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ പറയുന്ന വാക്കുകൾ, പറയുന്ന വാക്കുകളൊക്കെ വരുന്ന സെൻറ്റൻസ്, ഇതൊക്കെ ടൈം ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പോൾ ഇത്തരം വാക്കുകളൊക്കെ വരുന്ന സെൻറ്റൻസുകൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ്. അപ്പോൾ ഈ വാക്കുകൾ നോക്കുക, ഈ വാക്കുകളൊക്കെ വരുന്ന സെൻറ്റൻസുകൾ സിമ്പിൾ പ്രസൻറ്റിലാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി വയ്ക്കുക. യൂഷ്വലി, ഡെയിലി, ഒക്കേഷണലി, ജനറലി, ആനുവലി, ഫ്രീക്വൻ്റ്ലി, റയർലി, ബെയർലി, അതേപോലെ തന്നെ ഓൾവേസ്, നെവർ, എവറി ഡേ, എവറി മന്ത്, എവറി വീക്ക്, സെൽഡം, ഓഫൺ, ഇത്തരം വാക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ യൂഷ്വലി എന്നൊക്കെ പറയുന്നത് ഓൾവേസ്, എവറി ഡേ, ജനറലി, ഇതൊക്കെ സ്ഥിരമായിട്ട് കാണാറുള്ള വാക്കുകളാണ്. അപ്പോൾ ഇത്തരം വാക്കുകളൊക്കെ വരുന്നതൊക്കെ സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് പ്രപഞ്ച സത്യങ്ങൾ, അതേപോലെ ശാസ്ത്രീയമായ ഫാക്റ്റുകൾ, അതേപോലെ സ്ഥിരമായ സത്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഇത്തരം വാക്കുകളൊക്കെ സെൻറ്റൻസുകളൊക്കെ വരുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുക. അപ്പോൾ വാട്ടർ ഫ്രീസസ് അറ്റ് 0 degrees Celsius എന്ന് പറയുന്നത് ഒരു പ്രപഞ്ച സത്യമാണ്. ഓക്കെ, അതെന്താണ്? വെള്ളം ഈ പറയുന്ന 0 degrees Celsius ഐസാവും എന്ന് പറയുന്നത് എന്താണ്? അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു സയൻറ്റിഫിക് ഫാക്റ്റ് ആണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ വാട്ടർ ഫ്രീസസ് അറ്റ് 0 degrees Celsius എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായ സത്യമാണ്, അല്ലെങ്കിൽ അതൊരു ഫാക്റ്റാണ് നമുക്ക് പറയാം. അതുപോലെ തന്നെ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ഒരു പ്രപഞ്ച സത്യമാണ് നമുക്ക് പറയാം. അല്ലെങ്കിൽ വാട്ടർ ഈസ് ഡെൻസർ ദാൻ ഓയിൽ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് അങ്ങനെയാണ് അല്ലേ, പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ട്രൂത്താണ്. അതായത് ഒരിക്കലും മാറുന്നില്ല, എപ്പോഴും ഓയിലിനേക്കാൾ ഡെൻസിറ്റി കൂടുതൽ വെള്ളത്തിനാണ്. വെള്ളം എപ്പോഴും താഴെ കിടക്കും, ഓയിൽ മുകളിൽ കിടക്കും. ആ പറയുന്നതൊക്കെ എപ്പോഴും സ്ഥിരമായിട്ടുള്ള സത്യമാണ്, അതിലൊന്നും മാറ്റം വരാൻ പോകുന്നില്ല. അപ്പോൾ അത്തരം വാക്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും. അതുപോലെ തന്നെ ഭാവിയിൽ നടക്കാൻ പോകുന്ന പ്രവൃത്തി നേരത്തെ തീരുമാനിച്ചതാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു പ്രവൃത്തിയാണ്, അത് നേരത്തെ തീരുമാനിച്ചതാണ്. അത്തരം പ്രവൃത്തികളൊക്കെ നമുക്ക് എന്തിൽ പറയാം? സിമ്പിൾ പ്രസൻറ്റിൽ പറയാം. പക്ഷേ ഇവിടെ പറയുന്ന ഭാവി എന്ന് പറയുന്നത് ഭാവിയിൽ എപ്പോഴെങ്കിലും നടന്നാൽ മതി, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ നടക്കണമെന്നില്ല. അതായത് സമീപ ഭാവിയിൽ നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, ഭാവിയിൽ എപ്പോഴെങ്കിലും നടന്നാൽ മതി. ഓക്കെ, അത്തരം കണ്ടീഷൻസ് ആണ് നമ്മൾ എന്തിൽ ഇവിടെ പറയുന്നത്. ഇനി സമീപ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തിൽ നമ്മൾ വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും, അതുകൊണ്ടാണ് ഞാനിവിടെ നോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു പ്രവൃത്തി നേരത്തെ തീരുമാനിച്ചതാണെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കും. പക്ഷേ അവിടുത്തെ ഭാവി എന്ന് പറയുന്നത് സമീപ ഭാവിയല്ല, ഭാവിയിൽ എപ്പോഴെങ്കിലും നടന്നാൽ മതി എന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, ഇവിടെ നോക്കിയേ, ദ ഗെയിം സ്റ്റാർട്ട്സ് അറ്റ് 2 o'clock, 2 മണിക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ പ്രോവേബുകൾ, കൊട്ടേഷൻസ്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ എന്താ വരിക? സിമ്പിൾ പ്രസൻറ്റിലാണ് നമ്മൾ പറയുക. ഒരു ഉദാഹരണം, ആൻ ആപ്പിൾ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ എന്ന് പറയുന്ന പഴഞ്ചൊല്ല്, ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയാം. അതുപോലെ സ്ഥിരമായ ഒരു സ്ഥാനത്തെ കാണിക്കുന്ന പെർമനൻറ്റ് സ്റ്റേറ്റ്, അതായത് എപ്പോഴും നോക്കിക്കഴിഞ്ഞാലും ഈ അവസ്ഥ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, അതിലൊരു മാറ്റവും വരത്തില്ല. ഉദാഹരണമാണ് ഹംപി ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ദി തുംഗഭദ്ര റിവർ. തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇതിൽ യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല അല്ലേ. ഈ എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുക്കാൻ കാരണം ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ജിയോഗ്രഫിയിലൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. ഇതൊരു UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെയാണ്. അപ്പോൾ ഹംപി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തുംഗഭദ്ര നദിയുടെ തീരത്താണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഇനി നോക്കിക്കേ, സ്റ്റാറ്റീവ് വെർബ്സ് പറഞ്ഞ കുറച്ച് സാധനങ്ങളുണ്ട്. സിമ്പിൾ പ്രസൻറ്റിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്റ്റാറ്റീവ് വെർബുകൾ എന്ന് പറഞ്ഞാൽ സാധാരണയായി സബ്ജക്റ്റ് അനുഭവിക്കുന്ന ചിന്തകൾ, വികാരങ്ങൾ, ഇതൊക്കെ സൂചിപ്പിക്കുന്ന വെർബുകളാണ് സ്റ്റാറ്റീവ് വെർബുകൾ എന്ന് പറയുന്നത്. അതായത് സ്വത്ത്, അഭിപ്രായങ്ങൾ, വികാരങ്ങൾ, അവസ്ഥ, രൂപം, ഇത് പറയുന്ന കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ക്രിയകളെയാണ് സ്റ്റാറ്റീവ് വെർബ്. അത് എന്താണെന്ന് പഠിച്ചു വെക്കേണ്ട, ഇത് മാറി ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അതായത് ഇത്തരം വാക്കുകൾ അപ്പിയർ, അഗ്രി,
ബിലീവ്, ബിലോങ്, കൺസിസ്റ്റ്, കണ്ടെയ്ൻ, ലവ്, ഫീൽ, ഇമാജിൻ ഇത് വരുന്ന വാക്കുകളൊക്കെ വരുന്നത് സ്റ്റാറ്റീവ് വെർബുകളാണ്. ഇപ്പോൾ ഉദാഹരണം നോക്കിയേ, എക്സാമ്പിൾ നമ്മൾ വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. എ വാട്ടർ മോളിക്യൂൾ കൺസിസ്റ്റ് ഓഫ് 3 ആറ്റംസ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതിൻ്റെ സ്വത്ത് അല്ലെങ്കിൽ പൊസഷൻ എന്ന് പറയുന്ന സംഭവമാണ്. അതായത് വെള്ളത്തുള്ളിയിൽ എന്താ പറയുന്നത് 3 ആറ്റംസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കൺസിസ്റ്റ് എന്ന് പറയുന്നത് ഇതെന്താണ്, ഇതൊരു സ്റ്റാറ്റീവ് വെർബാണ്. ഇതൊരിക്കലും നമ്മൾ ING രൂപത്തിൽ ചേർക്കാറില്ല. അപ്പോൾ സ്റ്റാറ്റീവ് വെർബുകൾ നമ്മളിവിടെ ഒരിക്കലും കണ്ടിന്യൂസ് രൂപത്തിൽ അല്ലെങ്കിൽ വെർബ് പ്ലസ് ING രൂപത്തിൽ ഒരിക്കലും ചേർക്കാറില്ല. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് മാത്രമേ പറയാറുള്ളൂ. ദ വാട്ടർ മോളിക്യൂൾ ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് 3 ആറ്റംസ് നമ്മൾ പറയാറില്ല. അത് അങ്ങനെ പറയാറില്ല, അത് തെറ്റാണ്. വാട്ടർ മോളിക്യൂൾ കൺസിസ്റ്റ് ഓഫ് 3 ആറ്റംസ് മാത്രം പറഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടില്ല കൺസിസ്റ്റ് വാക്ക് ഇവിടെ വന്നു. ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ വിൻ ദ ഇലക്ഷൻ. അപ്പോൾ ദേ തിങ്ക് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഒപ്പീനിയനാണ്, അഭിപ്രായമാണ് പറയുന്നത്. കണ്ടില്ലേ ഇവിടെ അഭിപ്രായങ്ങൾ. അപ്പോൾ അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സ്വത്ത് എന്ന് പറയുന്നത്, അതായത് ഇത് കണ്ടെയ്ൻ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ഇപ്പോൾ ഈ വാട്ടറിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് 3 ആറ്റംസ് ആണ്. ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ വിൻ ദ ഇലക്ഷൻ, അതൊരു അഭിപ്രായമാണ്. ഓക്കെ, അതേപോലെ ഷീ ഹേറ്റ്സ് വർക്കിംഗ് ഓൺ ദി വീക്കെൻഡ്സിൽ പണിയെടുക്കുന്നത് അവൾക്ക് ദേഷ്യമാണ്. അപ്പോൾ അതെന്താണ്, ഇമോഷൻ, അവളുടെ ഒരു ഇമോഷനാണ്, വികാരമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ ING രൂപത്തിൽ ഉപയോഗിക്കാറില്ല, സിമ്പിൾ പ്രസൻറ്റിൽ പറഞ്ഞാൽ മതി. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കേ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റുമായി ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഡാഷ് ആഫ്റ്റർ സമ്മർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഡാഷ് ആഫ്റ്റർ സമ്മർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്കറിയാം, ഇറ്റിന് ശേഷം നമ്മൾ സാധാരണ ഏതാ ഉപയോഗിക്കുന്നത്, എസ് ചേർത്തതാണ്. ഇതെന്താ ഒരു പ്രപഞ്ച സത്യമല്ലേ. അതായത് വേനൽക്കാലത്തിന് ശേഷം എന്ത് ചെയ്യാറുണ്ട്, മഴ പെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വേനൽക്കാലത്ത് മഴ പെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രപഞ്ച സത്യമാണ്. അപ്പോൾ അതെന്താണ്, നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ ഇറ്റ് കഴിഞ്ഞാൽ ഏതാ വരേണ്ടത്, ഇതൊരു സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് വേണ്ട വെർബ് ഏതാണ്, എസ് ചേർത്ത വെർബാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ ഏതാ ഉത്തരം വരുന്നത്, ബി ആയിരിക്കും. ഓക്കെ, ഇറ്റ് റെയിൻസ്. ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റാണ്. അതിനുശേഷം നമ്മൾ എസ് ചേർത്ത വെർബാണ് വരേണ്ടത് അല്ലേ. ഡസ് ആണ് വരേണ്ടത്, ഡസ് രൂപമാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ റെയിൻസ് എന്ന് എഴുതി. അപ്പോൾ നമ്മുടെ ഒന്നിൻ്റെ ഉത്തരം ഏതാണ്, ബി ആണ്. 2 നോക്കിയേ, വിനോദ് ഡാഷ് ടു ചർച്ച് എവറി സൺഡേ. അപ്പോൾ നമ്മൾ പറഞ്ഞ കീവേഡിൽ എന്തുണ്ടായിരുന്നു, എവറി ഡേ എന്ന് പറയുന്ന പോലെ, എവറി വീക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ കീവേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരം വരുന്ന വാക്കുകളൊക്കെ സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ പതിവായി ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നമ്മൾ എങ്ങനെയാണ് പറയാറ്, പതിവായി ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നമ്മൾ ഹാബിച്വൽ ആക്ഷൻസ്, ഇതൊക്കെ നമ്മൾ എങ്ങനെ പറയാറ്, സിമ്പിൾ പ്രസൻറ്റിലാണ്. ഓക്കെ, അപ്പോൾ വിനോദ് ഡാഷ് ടു ചർച്ച് എവറി സൺഡേ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഏതാണ്, വിനോദ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ എസ് ചേർത്ത വെർബാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതൊന്നും വരത്തില്ല, ഉത്തരം സി ആണ്. ഇനി നോക്കിക്കേ, ഹീ ഡാഷ് തേഴ്സ്റ്റി അല്ലേ. തേഴ്സ്റ്റി എന്ന് പറയുന്നത് എന്താണ്, ദാഹിച്ചിരിക്കുന്ന അവസ്ഥയാണ് തേഴ്സ്റ്റി എന്ന് പറയുന്നത്, ദാഹിച്ചിരിക്കുന്ന ആൾ. അപ്പോൾ എന്താ പറയുന്നത് നോക്കിക്കേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റീവ് വെർബാണ്, നേരത്തെ പറഞ്ഞ രീതിയിലെ ഒരു സ്റ്റാറ്റീവ് വെർബാണ്. അപ്പോൾ ഇവിടെ അയാളുടെ അപ്പിയറൻസ് ആണ് പറയുന്നത്, അയാളുടെ രൂപം, അയാളെ കാണുമ്പോൾ എങ്ങനെയുണ്ട്, അയാളുടെ അപ്പിയറൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് വരുന്നത്, ഹീ വരുമ്പോൾ സിംഗുലർ. അപ്പോൾ ഇത്തരം വാക്കുകളൊക്കെ നമ്മൾ ഏതിലാണ് ഉപയോഗിക്കുന്നത്, സിമ്പിൾ പ്രസൻറ്റിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹീ കഴിഞ്ഞ ഉടനെ എന്താ വരേണ്ടത്, എസ് ചേർത്ത വെർബാണ്. എസ് ചേർത്ത വെർബ് നോക്കി ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഹീ ലുക്സ് തേഴ്സ്റ്റി എന്നാണ് വരേണ്ടത്. ഇനി അടുത്ത് നോക്കിയത്, എർത്ത് ഡാഷ് റൗണ്ട് ദ സൺ. എർത്ത് ഡാഷ് റൗണ്ട് ദ സൺ എന്താണ്, ഇതൊരു പ്രപഞ്ച സത്യമാണ് അല്ലേ, പ്രപഞ്ച സത്യമാണ്. എർത്ത് സണ്ണിന് ചുറ്റും കറങ്ങും എന്ന് പറയുന്നത് പ്രപഞ്ച സത്യമാണ്. അപ്പോൾ ഏതാ വരുന്നത്, ഈ പറയുന്നതിൽ ഏത് വരണം, V1 വരണം അല്ലേ. പ്രസൻറ്റ് വരുമ്പോൾ എന്തായാലും V1 വരും. അപ്പോൾ ഇത് വരത്തില്ല, ING രൂപം വരത്തില്ല. ഇത് രണ്ടും ഏതാ വരിക. പക്ഷേ എർത്ത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഉപയോഗിക്കണം, ഈ പറയുന്ന എസ് ചേർത്ത വെർബ് ഉപയോഗിക്കണം. അപ്പോൾ നമ്മുടെ 4ൻ്റെ ഉത്തരം മൂവ്സ്. ഐ ഡാഷ് ഡൗൺ എവറി ആഫ്റ്റർനൂൺ ആഫ്റ്റർ ലഞ്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പതിവായി ചെയ്യുന്ന ഒരു കാര്യം, പതിവായി ചെയ്യുന്ന ഒരു ഹാബിച്വൽ ആക്ഷൻസ് ഒക്കെ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലായി. ഇത് കണ്ടോ, ഇത് നമുക്ക് അറിയെങ്കിൽ പോലും ഇത് തെറ്റിക്കാൻ സാധ്യത, ഇതിൻ്റെ ഓപ്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് മാറിപ്പോകും. ഇതിപ്പോൾ ഏതാ ഉത്തരം വരേണ്ടതെന്ന്. ഇതെന്തായാലും വരത്തില്ല, ഇത് പാസ്റ്റാണ്. ഇതും വരത്തില്ല. പിന്നെ വരാൻ ചാൻസ് ഇത് രണ്ടും മാത്രമായിരിക്കും. അപ്പോൾ ഇതിൽ ഏത് ലൈയാണ് കറക്റ്റായിട്ട് വരേണ്ടത് എന്നുള്ള സംശയം ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഏതാണെന്ന് വെച്ചാൽ എ ആണ്. ഓക്കെ, അപ്പോൾ അതൊന്നും ആലോചിച്ച് നോക്കിയാൽ, ഈ ലൈ എന്ന് പറയുന്ന നമ്മൾ ചെയ്യുന്നത് കിടക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഈ ലൈ LIE എന്ന് പറഞ്ഞാൽ കിടക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് V1 രൂപമാണ്. ഇതിൻ്റെ V2 എന്ന് പറയുന്നത് ലേ എന്നാണ്. ഓക്കെ, ഇതിൻ്റെ V3 എന്ന് പറയുന്നത് ലെയിൻ എന്നാണ്. അപ്പോൾ അത് എഴുതി വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലൈ എന്ന് പറഞ്ഞാൽ കിടക്കുക എന്ന അർത്ഥം വരുന്നു. അതിൻ്റെ V2 രൂപം ലേ എന്നാണ്, V3 രൂപം ലെയിൻ എന്നാണ്. അതുപോലെ തന്നെ ഈ ലൈ നിങ്ങൾ വേറൊരു അർത്ഥത്തിലും കേട്ടിട്ടുണ്ടാവും, കള്ളം പറയുക എന്നും കേട്ടിട്ടുണ്ടാവും അല്ലേ. കള്ളം പറയുക എന്ന് പറയുന്നതും എന്താണ്, ഈ പറയുന്ന ലൈ ആണ്.
ഇനി ഇതാണ് V1 രൂപം. അപ്പോൾ അതിൻ്റെ V2 എന്ന് കള്ളം പറയുക എന്ന് പറയുന്ന ലൈനിൻ്റെ V2 രൂപം എന്താണ്? കള്ളം പറയുക എന്ന് പറയുന്ന ലൈനിൻ്റെ V2 രൂപം ലൈഡ് എന്നാണ്. ഓക്കെ, അതിൻ്റെ V3 രൂപം എന്ത് തന്നെയാണ്? ലൈഡ് എന്നാണ്. അപ്പോൾ കള്ളം പറയുക എന്ന് പറയുന്ന ലൈനിൻ്റെ V1 V2 V3 എന്ന് പറയുന്നത് ലൈഡ് ആണ്. പക്ഷേ ഇവിടെ ഈ LI കിടക്കുക എന്ന അർത്ഥം വരികയാണെങ്കിൽ അതിൻ്റെ V2 രൂപം ലേയും V3 രൂപം ലേയുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ലേ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഈ പറയുന്ന ലേ അല്ല, ഇത് കിടക്കുക എന്ന് തന്നെയാണ്. കിടന്നു എന്ന് പറയുന്ന അർത്ഥമാണ്. ഇവിടെ വേറൊരു ലേയും കൂടെ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ലേയിൻ്റെ അർത്ഥം എന്താ വരുന്നത്? ഈ ലേ ഇടുക. അപ്പോൾ കോഴി മുട്ട ഇടുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ എഗ്ഗ്, അതിൻ്റെ കൂടെ വരുന്ന ലേ എന്ന് പറയും ഇടുക എന്ന് പറയുന്ന അർത്ഥമാണിത്. മുട്ട ഇടുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ പറയുന്ന ലേ എന്ന് പറഞ്ഞ് LAY ലേ, അതാണ് ഇടുക എന്ന് പറയുന്ന അർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ V2 രൂപം എന്ന് പറയുന്നത് ലെയ്ഡാണ്. V3 രൂപം എന്ന് പറയുന്നത് ലെയ്ഡ് തന്നെയാണ്. അപ്പോൾ ഇത് V2 രൂപം, ഇത് V3 രൂപം. അപ്പോൾ ഈ 3 കൂടെ ഒന്ന് എഴുതി വയ്ക്കുക, മാറിപ്പോകരുത്, ഒരു കാരണവശാലും മാറിപ്പോകരുത്. ഇതൊന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ലേ എന്ന് പറഞ്ഞ ഇടുക എന്ന് പറഞ്ഞ അർത്ഥം വരുമ്പോൾ അതിൻ്റെ V2 രൂപം ലെയ്ഡ്, V3 രൂപം ലെയ്ഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് പറയുമ്പോൾ ഞാനൊരു ഇഡിയം കൂടെ അവിടെ പറഞ്ഞു തരാം. ലേ ആൻഡ് എഗ് എന്ന് പറയുന്ന ഒരു ഇഡിയമാണത്. ഇതൊരു ഇഡിയമാണ്, ലേ ആൻഡ് എഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. അതായത് തെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പരാജയപ്പെടുക എന്നൊക്കെയാണ് പറയുക. തെറ്റ് ചെയ്യുക, പരാജയപ്പെടുക എന്നൊക്കെ അർത്ഥം വരുന്നതാണ് ലേ ആൻഡ് എഗ് എന്ന് പറയുന്ന ഇഡിയം എന്ന് പറയുന്നത്. അതും കൂടെ ഒന്ന് എഴുതി വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ചിൽഡ്രൻ ഡാഷ് ടു സ്കൂൾ എവറി ഡേ. നമ്മുടെ കീവേഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പതിവായി ചെയ്യുന്ന ഒരു ആക്ഷനാണ്, അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് വരുമ്പോൾ ഇത് വരത്തില്ല, ING രൂപം വരത്തില്ല, ഇതിലേതെങ്കിലും ഒന്നാണ് വരിക. ചിൽഡ്രൻ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ എസ് ചേർക്കാത്തതാണ്. എസ് ചേർത്തത് നമുക്ക് ആവശ്യമില്ല, എസ് ചേർക്കാത്തതാണ് വേണ്ടത്. അപ്പോൾ 6ൻ്റെ ഉത്തരം ഏതാണ്? A ആ വരിക. അടുത്ത് നോക്കിയത് പ്രൈം മിനിസ്റ്റർ ഡാഷ് ടുമോറോ ടു ഇനോഗ്രേറ്റ് ദ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ദ പ്രൈം മിനിസ്റ്റർ ഡാഷ് ടുമോറോ ടു ഫംഗ്ഷൻ ഇനോഗ്രേറ്റ് ചെയ്യാൻ പ്രസിഡന്റ് നാളെ എത്തുമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു? അത്തരം വാക്യങ്ങളൊക്കെ നമ്മൾ ഏതിലാണ് പറയുക? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നോക്കിക്കേ, പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ അല്ലേ പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റിലാണ് നമ്മളിത് പറയുക. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ഞാൻ വേറെ ഇതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും, അടുത്ത കേസിലെത്തുമ്പോൾ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ ഈ ഒരു കേസിൽ വെച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. സിമ്പിൾ പ്രസൻറ്റിലാണ്, അതായത് പ്രസൻറ്റിലാണ് വരേണ്ടത്. പ്രസൻറ്റിൽ വരുമ്പോൾ തന്നെ എന്ത് വരത്തില്ല? അറൈവ്ഡ് വരത്തില്ല, ഹാഡ് അറൈവ്ഡ് വരില്ല. ഇത് രണ്ടിലുമാണ്. പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഏത് വരാം? സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് എസ് ചേർത്ത വെർബാണ് വരേണ്ടത്. അറൈവ്സ്. ദ പ്രൈം മിനിസ്റ്റർ അറൈവ്സ് ടുമോറോ, അങ്ങനെ വരിക. അടുത്ത് നോക്കിയേ, ദാറ്റ് ഹൗസ് ഡാഷ് ടു പീറ്റർ എന്നാണ് പറയുന്നത്. ഇതെന്താണ്? ആ ഹൗസ് ആരുടേതാണ്? പീറ്ററിൻ്റേതാണെന്ന് പറയാം. അപ്പോൾ ആ ഹൗസ് എപ്പോഴും പീറ്റർ തന്നെയാണ് അല്ലേ. അപ്പോൾ അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ സ്ഥിരമായ ഒരു അവസ്ഥയാണ്, സ്ഥിരമായ ഒരു സ്ഥാനത്തെ കാണിക്കുവാനുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹംപിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ സ്ഥിരമായ ഒരു സ്ഥാനത്തെ സൂചിപ്പിക്കുന്നത് സെൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ പറയാൻ പറ്റും. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ ING വരത്തില്ല, ED വരത്തില്ല, എന്ത് വരത്തില്ല? വാസൊന്നും വരത്തില്ല. ഏത് മാത്രമേ വരത്തുള്ളൂ? ഈ എസ് ചേർത്ത രൂപം. അതായത് ദാറ്റ് ഹൗസ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ എസ് ചേർത്ത വെർബാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഉത്തരം A ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പ്രസൻറ്റ് കഴിഞ്ഞു, അടുത്ത പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഐ ആം ഈറ്റിംഗ് നൗ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാനിപ്പോൾ കഴിക്കുന്നു, ഇപ്പോൾ ചെയ്യുന്നു. നു അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, നു. ഞാനിപ്പോൾ കഴിക്കുന്നു, ഞാനിപ്പോൾ കളിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നു എന്ന അർത്ഥം വരുന്നതിനാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന്. ഷീ ഈസ് പ്ലേയിങ് ടുഡേ, അവൾ ഇന്ന് കളിക്കുന്നു. ഓക്കെ, ഇനി ഇതാണ് കീവേഡുകൾ. നൗ, റൈറ്റ് നൗ, നൗഡേയ്സ്, ടുഡേ, അറ്റ് പ്രസൻറ്റ്, അറ്റ് ദ മൊമെൻറ്റ്, ടുനൈറ്റ്, സ്റ്റിൽ. ഇത്തരം വാക്കുകളൊക്കെ വരുന്നതാണ് എന്ത് പറയുന്നത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന്. കണ്ടോ, ഇവിടെ എന്ത് വന്നു? നൗ എന്ന് വാക്ക് വന്നു, ഇവിടെ ടുഡേ എന്ന് പറയുന്ന വാക്ക് വന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ കീവേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്? അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം, ഭാവിയിൽ നടക്കാൻ പോകുന്ന നേരത്തെ തീരുമാനിച്ചതാണെങ്കിൽ നമ്മൾ ഇവിടെ സിമ്പിൾ, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം നേരത്തെ തീരുമാനിച്ചതാണെന്നുള്ള കാര്യം നമ്മളിവിടെ പറഞ്ഞു, സിമ്പിൾ പ്രസൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മളപ്പോൾ പറഞ്ഞു സമീപ ഭാവിയല്ല, ഭാവിയിൽ എപ്പോഴെങ്കിലും നടന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ കണ്ടില്ലേ, ഈ പറയുന്ന പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ സമീപ ഭാവിയിൽ നടക്കാൻ പോകുന്ന പ്രവൃത്തികൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന സംഭവമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്ന സാധനം കയറി വരുമ്പോൾ നമ്മളത് പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് പറയുക. ഈ എക്സാമ്പിൾ നോക്കി, ദ പ്രസിഡൻറ്റ് ഡാഷ് മീറ്റ് ദ US പ്രസിഡൻറ്റ് ഓൺ കമ്മിങ് സൺഡേ. വരുന്ന ഞായറാഴ്ച എന്ന് എടുത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം അതൊരു ഇമ്മീഡിയറ്റ്
അതായത് വളരെ സമീപ ഭാവി, വളരെ പെട്ടെന്ന് ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു സംഭവമാണ് അത്. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ വളരെ പെട്ടെന്ന് സമീപ ഭാവിയിൽ നടക്കാവുന്ന ഒരു സംഭവമാണ്, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ എന്തിലാ പറയുക? പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് പറയുക. അതുകൊണ്ടാണ് ഉത്തരം ഈസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. മീറ്റിൻ്റെ ഈസ് മീറ്റിംഗ് എന്നൊരു രൂപമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ദ സ്കൂൾ ഡാഷ് ഓൺ June 2. June 2 എന്നാൽ നമുക്കറിയില്ല, അതൊരു സമീപ ഭാവിയൊന്നുമല്ല, ഭാവിയിൽ എപ്പോഴെങ്കിലും നടക്കാൻ പോകുന്ന ഒരു പ്രവൃത്തി എന്ന രീതിയിലാണ് നമ്മൾ ഇത് ഇവിടെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ എന്ന് പറയുന്നതിന് ING രൂപം ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് രൂപം നമ്മളിവിടെ ചേർക്കുന്നില്ല, പകരം സിമ്പിൾ പ്രസന്റിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു എക്സാമ്പിൾ കൊടുത്തുള്ളത്. ഇത് നമ്മൾ സമീപ ഭാവിയിലല്ല പറയുന്നത്, അതുകൊണ്ടാണ് സിമ്പിൾ പ്രസന്റ് ചേർത്തത്. ഇത് സമീപ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു സാധനമായതുകൊണ്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ് രൂപം നമ്മൾ ചേർത്തത്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് രൂപത്തിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു? ആം, ഈസ്, ആർ പ്ലസ് വെർബ് പ്ലസ് ING രൂപമായിരുന്നു. അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് നോക്കിക്കേ. അതായത് ഈ പ്രൈം മിനിസ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ നേരത്തെ ഞാൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊന്നും കൂടെ അത് റിപ്പീറ്റ് ചെയ്യുന്നു. ദ പ്രൈം മിനിസ്റ്റർ ഡാഷ് ടുമോറോ ടു ഇനോഗ്രേറ്റ്. ഇത് കണ്ടത്, ഇത് സമീപ ഭാവിയിൽ നടന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്തിൽ പറയാൻ പാടില്ല? സിമ്പിൾ പ്രസന്റിൽ പറയാൻ പാടില്ല. എന്തിലേ പറയാൻ പാടൂ? പ്രസന്റ് കണ്ടിന്യൂസിലാണ് ഇത് പറയേണ്ടത്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസിലാണ് ഇത് പറയേണ്ടത്. പക്ഷേ ഓപ്ഷൻ നോക്കിക്കേ, പ്രസന്റ് കണ്ടിന്യൂസ് ING ചേർത്ത ഒരു ഓപ്ഷനും തന്നിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഉത്തരം നമ്മൾ സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞത്. ഇതെന്തായാലും വരത്തില്ല, അതൊന്നും വരത്തില്ല നമ്മൾ പറഞ്ഞു. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ വരത്തുള്ളൂ. പ്രൈം മിനിസ്റ്റർ സിംഗുലർ ആയതുകൊണ്ട് വെർബ് S ചേർത്ത് വരും, അറൈവ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ തന്നിട്ടില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിരുന്നെങ്കിൽ അത് മാത്രമാണ് സെലക്ട് ചെയ്യേണ്ടത്, കാരണം ഇത് സമീപ ഭാവിയിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇനി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയാം. അതായത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക, മഴ പെയ്യുന്നു, ഇപ്പോൾ മഴ പെയ്യുന്നു എന്ന് പറഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൂർത്തിയാകാൻ ഇരിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുവാനും നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഉദാഹരണം പറയാം, ഐ ആം റീഡിങ് എ നോവൽ എന്ന് പറയുന്നത്. ആ നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തിയായിട്ട്. ഇപ്പോൾ ഒരാളിനോട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഏത് ബുക്കാണ് വായിക്കുന്നത് വെച്ചാൽ ഐ ആം റീഡിങ് ദിസ് ബുക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ബുക്കാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്, അത് പൂർത്തിയായിട്ടില്ല. പക്ഷേ അയാളോട് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ആ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയല്ല. പക്ഷെ എന്താണ്, ഇപ്പോൾ ആ വ്യക്തിനോട് ചോദിക്കുമ്പോൾ ഞാൻ ആ വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ല ആ സമയത്ത് ഞാൻ ആ ബുക്ക് വായിക്കുന്നില്ല എങ്കിൽ പോലും, അതായത് പറയുന്ന സമയത്ത് ആ പ്രവൃത്തി ചെയ്യുന്നില്ല എങ്കിൽ പോലും ആ ബുക്ക് വായിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് പുള്ളി വീട്ടിൽ പോയിട്ട് വായിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ എന്താണ്, നമ്മളിപ്പോൾ പൂർത്തിയാകാൻ ഇരിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ അത് ആ പറയുന്ന സമയത്ത് ആ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ പോലും അങ്ങനെയാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ പറയുന്ന ആ ടൈമിൽ വായിക്കുന്നില്ല, പക്ഷേ എന്താണ്, ആ ഒരു സംഭവം, ആ പ്രവൃത്തി അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു മൊമെൻറ്റിൽ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അയാളുടെ ലൈഫിൽ ആ സംഭവം അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐ ആം റീഡിങ് എ നോവൽ എന്ന് പറയുന്നത് പൂർത്തിയായിട്ടില്ല, പൂർത്തിയാകാൻ ഇരിക്കുന്ന ഒരു പ്രവൃത്തിയെ നമ്മൾ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തിയായിട്ടില്ല. അത്തരം കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, ഈ പറയുന്ന പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ ആകെ ഒരു ചോദ്യമേ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. നോക്കിക്കേ, ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ ബട്ട് ടുഡേ ഐ ഡാഷ് കോഫിയാണ്. അപ്പോൾ ഐ യൂഷ്വലി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റിൻ്റെ കീവേഡാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് തന്നെയാണ് ഇവിടെ. ആദ്യത്തെ ഭാഗത്ത് സിമ്പിൾ പ്രസൻ്റ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഐ വരുമ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് മീൻസ് ഐൻ്റെ കൂടെ നമ്മൾ എപ്പോഴും എന്താ ഉപയോഗിക്കുന്നത്? പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് വെർബിൻ്റെ കൂടെ S ചേർക്കാത്തത്. ഓക്കെ, അപ്പോൾ ഐ ഡ്രിങ്ക് ടീ എന്ന് പറയുന്നത് ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ. പക്ഷേ രണ്ടാമത്തെ ഭാഗം നോക്കിക്കേ, ടുഡേ എന്ന് പറയുന്ന വാക്ക് ഏതാണ്? നമ്മുടെ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ കീവേഡാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ കീവേഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബട്ട് ടുഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ING രൂപത്തിലാണ് ചേർക്കേണ്ടത്. ING രൂപം ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാം. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ഏതാ? ഐ ഈസ് എന്ന് പറയാറില്ലല്ലോ, ഐ ആം എന്നല്ലേ പറയുക. അപ്പോൾ നമ്മൾ ഉത്തരം ഏതാ വരിക? ഐ ആം ഡ്രിങ്കിങ്. ഓക്കെ, ഈ ഭാഗത്തുനിന്ന് അധികം ചോദ്യങ്ങൾ വന്നിട്ടില്ല. ഇനി അടുത്ത നമ്മളെ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പ്രവൃത്തി അല്ലെങ്കിൽ കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അതായത് ആ പറയുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ആ കാര്യം ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അത്തരം കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇറ്റ് ഹാസ് റെയിൻഡ് റീസെൻ്റായിട്ട് മഴ പെയ്തിട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ വർക്ക്, ഞാൻ എൻ്റെ വർക്ക് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ദേ ഹാവ് ഓൾറെഡി കംപ്ലീറ്റഡ് ദ നോട്ട്സ്, അവർ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നോട്ട്സ്. അപ്പോൾ ഇതാണ് ഇവരുടെ കീവേഡ്, റീസെൻ്റ്ലി. അതുപോലെ തന്നെ ഈ പറയുന്ന ഓൾറെഡി, ജസ്റ്റ്, ഈ പറയുന്ന വാക്കുകളൊക്കെയാണ് ഇതിൻ്റെ കീവേഡ്സ്. അപ്പോൾ ഇത്തരം വാക്കുകൾ വരുന്നതൊക്കെ എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും. റീസെൻ്റ്ലി, ജസ്റ്റ്, ഓൾറെഡി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് കണ്ടുവരുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഓക്കെ, റീസെൻ്റ്ലി, ജസ്റ്റ്, ഓൾറെഡി, യെറ്റ്, ലേറ്റ്ലി, ടിൽ നൗ, അപ് ടു നൗ, നെവർ, എവർ എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഇതിൻ്റെ കീവേഡാണ്. അപ്പോൾ ഇത്തരം വരുന്ന വാക്കുകളൊക്കെ ഏതായിരിക്കും? പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് നമ്മൾ സാധാരണ പറയാറ്. ഇനി
എപ്പോൾ നടന്നുവെന്ന് സമയം സൂചിപ്പിച്ചിട്ടില്ലാത്ത ഒരു ഭൂതകാല പ്രവൃത്തിയെ സൂചിപ്പിക്കുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോൾ നടന്നുവെന്ന് സമയം സൂചിപ്പിച്ചിട്ടില്ലാത്ത ഒരു ഭൂതകാല പ്രവൃത്തിയാണ്, പക്ഷേ എപ്പോഴാണ് നടന്നത് എന്നുള്ള സമയം സൂചിപ്പിക്കാതെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, ഹി ഡാഷ് ദ എക്സാം വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്നാണ് പറയുന്നത്. ഹി ഡാഷ് ദി എക്സാം വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇഡിയമാണ്. വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്, കണ്ടോ, വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇഡിയമാണ്. അതിൻ്റെ അർത്ഥം വളരെ വിജയകരമായിട്ട് നമ്മളത് പൂർത്തിയാക്കി. ഇപ്പോൾ ഈ എക്സാമിൻ്റെ കാര്യമാണെങ്കിൽ എക്സാം വളരെ വിജയകരമായിട്ടാണ് എക്സാം പാസ്സായത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വിജയകരമായി ചെയ്തു എന്ന് പറയുന്ന അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഹി ഡാഷ് പാസ് ദ എക്സാം വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് ഭൂതകാലത്തിൽ ഓൾറെഡി പാസ്സായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എപ്പോഴാണ്, പക്ഷേ ഈ സമയം പറയുന്നില്ല, എപ്പോഴാണ് ഇത് പാസ്സായത് എന്നുള്ള സമയം. ഭൂതകാലത്തിൽ നടന്നൊരു പ്രവൃത്തിയിൽ ഈ പറയുന്നതിൽ സമയം എപ്പോഴാണെന്ന് സൂചിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിന് എന്ത് പറയാം, നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് പറയാം. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ടെൻസ് നമ്മൾ പഠിച്ചാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? പെർഫെക്റ്റ് എന്ന് കേൾക്കുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ ഹാസ്, പെർഫെക്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഹാസ് ഹാവ് വരണം, പ്രസൻറ്റ് ഹാഡ് കൂടെ വരണം. പക്ഷേ പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ ഹാസ് ഹാവ്. അപ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ് ഇത് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഹീൻ്റെ കൂടെ എപ്പോഴും ഹാസ് ചേർക്കുള്ളൂ, ഹാവ് ചേർക്കാറില്ല. അപ്പോൾ ഹി ഹാസ് പാസ്ഡ് ദി എക്സാം വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഹി ഡാഷ് പാസ് ദ എക്സാം വിത്ത് ഫ്ലൈയിങ് 2010. ഇവിടെ ഭൂതകാലത്തിൽ നടന്ന പ്രവൃത്തിയാണ്, പക്ഷേ ഇവിടെ എന്തുണ്ട്? സമയം സൂചിപ്പിച്ചിട്ടുണ്ട്. സമയം സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പാസ്റ്റ് ടെൻസിൽ തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ത് മതി? ഹി പാസ്ഡ് ദ എക്സാം, സിമ്പിൾ പാസ്റ്റിൽ തന്നെ മതി. ഇവിടെ വേറെ ഹാസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഹി പാസ്ഡ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായില്ലേ? ഇവിടെ സമയം സൂചിപ്പിച്ചിട്ടില്ല, ഇവിടെ സമയം സൂചിപ്പിച്ചു. ഇനി ഇവിടെ നോക്കിയേ, ഐ ഡാഷ് ഹിം ബിഫോർ, ഞാൻ അവനെ മുന്നേ കണ്ടിട്ടുണ്ട്. അത് പക്ഷെ ആ മുന്നേ കണ്ടിട്ടുള്ള ഭൂതകാലത്തെ പ്രവൃത്തിയാണ്, പക്ഷെ അത് എന്നാണ് സമയം സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാം. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഐൻ്റെ കൂടെ ഹാവ് ആണ് ചേർക്കേണ്ടത്. ഹാവ് പ്ലസ് V3. സീൻ്റെ V3 എന്താണ്? സീനാണ്. ഓക്കെ, അപ്പോൾ ഐ ഹാവ് സീൻ ഹിം ബിഫോർ. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. മൈ റൂം കോൺ ബി ഡേർട്ടി, ഐ ഡാഷ് ഇറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ്, ഓക്കെ, ഇവിടെ നോക്കി തന്നിരിക്കുന്ന ഓപ്ഷൻസിലുണ്ടോ ജസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് എന്ന വാക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതിലാ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതെന്തായാലും വരത്തില്ല. പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് വരണം. അപ്പോൾ ഐൻ്റെ കൂടെ ഹാവ് ആണ് വരേണ്ടത്. അപ്പോൾ ഏതാണ് ഉത്തരം? നമ്മുടെ ഇതൊക്കെ നമുക്ക് കളയാം. ഉത്തരം ഏതാണ്? D ആണ്. ഐ ഹാവ് ജസ്റ്റ് ക്ലീൻഡ്. രണ്ടാമത് നോക്കിയേ, ഐ ഡാഷ് ജസ്റ്റ് കം, ഐ ഡാഷ് ജസ്റ്റ് കം. ജസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഏതാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് വരണം. അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്ന് വരണം. ഐൻ്റെ കൂടെ ഹാവ് ആ വരിക. അപ്പോൾ നമ്മുടെ ഉത്തരം D ആണ്. 3 നോക്കിയേ, ഐ ഡാഷ് നവർ ഡാഷ് ടു ഷിംല എന്നാണ് പറയുന്നത്. അതായത് ഇതെന്ന് പറയുന്ന സംഭവം എന്താണ്? എപ്പോൾ നടന്നുവെന്ന് സമയം സൂചിപ്പിച്ചിട്ടില്ലാത്ത ഒരു ഭൂതകാല പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഏത് ഉപയോഗിക്കണം? പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാവ് വരുന്ന ഓപ്ഷൻ വേണം ഉപയോഗിക്കാൻ, അല്ലേ? ഹാവ് വരുന്ന ഓപ്ഷൻ വേണം നമ്മൾ ഉപയോഗിക്കാൻ. തന്നിരിക്കുന്ന ഹാവ് വരുന്ന ഓപ്ഷനും ഹാസ് വരുന്ന ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ, അല്ലേ? ഇതിലൊന്നും വരത്തില്ല. ഇതിലൊന്നും ഹാവും ഹാസും ഇല്ല. അതിൻ്റെ കൂടെ ഏതാ വരിക? ഹാവോ വരിക. ഉത്തരം ഏതാ? B ആ വരിക. ഓക്കെ, ഐ ഹാവ് നവർ ബീൻ ടു ഷിംല എന്ന് പറയുന്നത്. അപ്പോൾ 3ൻ്റെ ഉത്തരം B ആണ്. 4 നോക്കിയേ, ഐ ഡാഷ് ഹിം ഓൺലി 1 ലെറ്റർ അപ് ടു നൗ. അപ്പോൾ നമ്മൾ പറഞ്ഞു അപ് ടു നൗ എന്ന് പറയുന്നത് നമ്മുടെ കീവേഡാണ്. ഈ കീവേഡ് വരുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. തന്നിരിക്കുന്നതിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ഹാവ് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? 4C ആണ്. ഐ ഡാഷ് ഓൾറെഡി ഡാഷ് ദ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ഐ ഡാഷ് ഓൾറെഡി എന്ന് പറയുന്ന നമ്മളെ കീവേഡ് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൾറെഡി വരുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം വരുന്നത്, അതായത് പ്രതീക്ഷിച്ചതിലും നേരത്തെ സംഭവിച്ച ഒരു കാര്യത്തെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ്, അതായത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു സമയം ഉണ്ടാവില്ല, അതിന് മുന്നേ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞു. അതായത് പ്രതീക്ഷിച്ചതിലും നേരത്തെ സംഭവിച്ച ഒരു കാര്യത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. അത്തരം സെൻറ്റൻസിൽ ഓൾറെഡി എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞാൽ കീവേഡായിട്ട് നമ്മൾ പഠിച്ചിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് വേണ്ടത്. പ്രസൻറ്റ് പെർഫെക്റ്റ് വരുമ്പോൾ അതിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് വേണം. അങ്ങനെ വരുന്ന 2 വാക്കുകളേ ഇവിടെ ഉള്ളൂ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏതാ ഒരു ഐൻ്റെ കൂടെ എപ്പോഴും ഹാവ് ആ വരും. അതുകൊണ്ട് തന്നെ ഐ ഹാവ് ഓൾറെഡി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ എന്ന് വരും. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് അതിൻ്റെ വരുന്നത്? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ആണ്. മനസ്സിലായി? അപ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ്
ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ആണ് അല്ലേ. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി എന്ന് പറയുന്ന രൂപമാണ് ഇതിൽ വരുന്നത്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം എന്താണ്, ഭൂതകാലത്തിൽ ആരംഭിച്ച ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂതകാലത്തിലാണ് ആ പ്രവൃത്തി ആരംഭിച്ചത്, പക്ഷെ അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം പ്രവൃത്തികളാണ് നമ്മൾ എന്ത് പറയുന്നത് ഇതിൽ പറയുന്നത്. ഹി ഹാസ് ബീൻ റീഡിങ് സിൻസ് 10. 10 മണി മുതൽ അവൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുന്നേ നടന്ന പ്രവൃത്തിയാണ്, പക്ഷേ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ദർ ഫോർ 5 years. 5 വർഷമായിട്ട് അവിടെയാണ് അവൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുന്നേ സംഭവിച്ചതാണ്, പക്ഷേ ഇപ്പോഴും അവിടെ തന്നെയാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭൂതകാലത്തിൽ ആരംഭിച്ച ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇവിടെ വരുന്ന കീവേഡ്സ് ഏതൊക്കെയാണ്? ഓൾ മോർണിംഗ്, ഓൾ നൈറ്റ്, ഓൾ ഈവനിങ്, സിൻസ് ഫോർ ഇമ്പോർട്ടൻ്റ് ആണ്, ഓൾ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഓൾ നൈറ്റ്. രാത്രി മുഴുവനും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇപ്പോഴും തീർന്നിട്ടില്ല, ഇപ്പോഴും എന്താണ് തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം സെൻറ്റൻസുകൾ നമ്മളെ എന്തിലാണ് പറയുന്നത്? ഈ പറയുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് പറയാറ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഡാഷ് 2 days. പിന്നെ ഇവിടെ ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യമുണ്ട്, സിൻസ് 4. ഈ സിൻസ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, 4 എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ആലോചിക്കണം. സിൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പോയിന്റ് ഓഫ് ടൈം, ഒരു സമയത്തിലെ ഒരു പോയിന്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 4 എന്ന് പറയുന്നത് പീരിയഡിനെ കാണിക്കാനാണ്, പീരിയഡ് ഓഫ് ടൈമിനെ കാണിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ ഈ എക്സാമ്പിൾ നോക്കിയേ, ഇവിടെ നമ്മൾ സിൻസ് ഉപയോഗിച്ചു. സിൻസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആ ടൈമിൻ്റെ പോയിന്റിനെ നമ്മൾ കാണിക്കും. കറക്റ്റ് 10 മണി എന്ന് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹി ഹാസ് ബീൻ റീഡിങ് സിൻസ് 10 o'clock, കാരണം 10 മണി മുതൽ. അപ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു പോയിന്റിനെ അവിടെ കാണിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, 4ൻ്റെ കൂടെ ഒരു പീരിയഡ്, 5 വർഷം എന്ന് പറഞ്ഞ പീരിയഡിനെ കാണിക്കില്ല. അവിടെ ഒരു കറക്റ്റ് പോയിന്റ് കാണിക്കുന്നില്ല, ഒരു പീരിയഡിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഡാഷ് 2 days. 2 days എന്ന് പറഞ്ഞാൽ കറക്റ്റ് സംഭവത്തിനെ കാണിക്കുന്ന ഒരു പീരിയഡ്. 2 ദിവസം എന്ന് പറയുന്നത് 5 വർഷം എന്ന് പറഞ്ഞ പോലെ തന്നെ 2 ദിവസത്തിൻ്റെ ഒരു പീരിയഡാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് മുതൽ മഴ പെയ്തു പറഞ്ഞാൽ മിനിഞ്ഞാന്ന് എന്ന് പറയുന്ന ഒരു കറക്റ്റ് പോയിന്റ് ഓഫ് ടൈമാണ് കാണിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, 2 ദിവസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? 4 ഉപയോഗിക്കാം. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് എന്ന് പറയുമ്പോൾ ഇതെന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സിൻസ് അല്ലെങ്കിൽ 4 വരും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ 2 days എന്ന് പറഞ്ഞാൽ പീരിയഡിനെ കാണിക്കുന്നുണ്ട്, 4 ഉപയോഗിക്കുന്നത്. സിൻസ് ചേർക്കാൻ പറ്റത്തില്ല. ഇനി മൈ സൺ ഡാഷ് ഫ്രം ഫീവർ സിൻസ് മൺഡേ. സിൻസ് മൺഡേ എന്ന് പറയുമ്പോൾ തന്നെ സിൻസ് ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരണം, സിൻസോ 4 കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് ആദ്യം നമ്മുടെ മനസ്സിൽ വരണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ അവിടെയും പെർഫെക്റ്റ് ഉണ്ടല്ലേ. അപ്പോൾ ഹാസോ എന്തെങ്കിലുമൊക്കെ അവിടെ വരണം നിങ്ങൾ മനസ്സിൽ. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അപ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് വരണം. ഇവിടെ ഹാസ് വരുന്ന ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ, ഹാഡ് എന്തായാലും വരത്തില്ല, അത് പാസ്റ്റായി. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? രണ്ടാമത്തെയാണ്. മൈ സൺ ഹാസ് ബീൻ സഫറിങ് ഫ്രം ഫീവർ സിൻസ് മൺഡേ. അപ്പോൾ ഭൂതകാലത്തിൽ ആരംഭിച്ച ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂതകാലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്, ഭൂതകാലത്തിൽ പനി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും ആ പനി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വി ഡാഷ് ഹിയർ ഫോർ ആൻ അവർ. ഇവിടെ 4 എന്ന് വന്ന് ഇവിടെ എന്താണ്? 1 മണിക്കൂർ എന്നുള്ളത് പറഞ്ഞത്. ഇവിടെ ഒരു പീരിയഡിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? 4 എന്ന് വരുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കണം? 4 പറയുന്ന വാക്ക് കാണുമ്പോൾ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഏതാ വരണം? ഹാസ് അല്ലെങ്കിൽ ഹാവ് വരണം. അവിടെ എന്ത് വേണം? ഒരു ബീനും കൂടെ വേണം അല്ലേ, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ബീനും കൂടെ അവിടെ വേണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലായി ING വേണം. അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നേ ബീന് വേണം. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കണം അല്ലേ. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത് മനസ്സിലാകുമ്പോൾ തന്നെ നിങ്ങളുടെ സ്ട്രക്ചർ നിങ്ങളുടെ മനസ്സിൽ വരണം. അപ്പോഴേ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ 3ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്, ഹാവ് ബീൻ വെയിറ്റിംഗ് എന്നുള്ളതാണ്. കാരണം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ബീൻ എന്ന് പറയുന്ന സാധനം കയറി വരുന്നുണ്ട്. അതെങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്തത് ഷീ ഡാഷ് ദ ബുക്ക് സിൻസ് 8 o'clock എന്ന് നമ്മൾ കണ്ടോ. കറക്റ്റ് പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കുമ്പോൾ സിൻസ് ഇവിടെ ചേർത്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് വരണം. ഇതും രണ്ടും വരത്തില്ല എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ഷീൻ്റെ കൂടെ എപ്പോഴും ഹാസേ വരത്തുള്ളൂ. അപ്പോൾ എന്താണ് ഉത്തരം? നമ്മുടെ ഉത്തരം അതാണ്. ഇനി അടുത്ത് നോക്കിക്കേ, അപ്പോൾ 4ൻ്റെ ഉത്തരം ബി ആണ്. 5 നോക്കിക്കേ, ഡാഷ് റെയിനിങ് ഹെവിലി ഫോർ എ വീക്ക്. ഒരാഴ്ചയായിട്ട് ഭയങ്കര മഴയാണ്. അപ്പോൾ ഒരു പീരിയഡ് ഓഫ് ടൈം കാണിക്കുന്നത് 4 വന്നു. അപ്പോൾ ഇറ്റ് ഡാഷ് റെയിനിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, കിണറൊക്കെ ഓവർഫ്ലോ ചെയ്തു തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്താണ് വരേണ്ടത്? നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വരേണ്ടത്. അപ്പോൾ ഹാസ് ഓർ ഹാവ് വരണം, ഇതിലേതെങ്കിലും ഒന്ന് വരണം. പക്ഷേ ഇറ്റിൻ്റെ കൂടെ നമ്മൾ ഹാസാ ചേർക്കാറ്. അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്. ഓക്കെ, അപ്പോൾ 5ൻ്റെ ഉത്തരം സി ആണ്. ഇനി ഞാൻ നോക്കിയേ, ജോൺ ആൻഡ് ഹിസ് ഫ്രണ്ട് ഡാഷ് ഫോർ 10 minutes ആണ്. ഇവിടെ പീരിയഡ് ഓഫ് ടൈം 10 മിനിറ്റ് എന്ന് പറയുന്ന പീരിയഡിനെ കാണിക്കുന്ന. അപ്പോൾ നമ്മളിവിടെ 4 ഉപയോഗിച്ചു. ജോൺ ആൻഡ് ഹിസ് ഫ്രണ്ട് എന്ന് പറയുന്നത് ആൻഡിന് മുമ്പിൽ 2 വാക്കുകളുണ്ട്. അപ്പോൾ എന്താണ്? ഇതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ് അല്ലേ, സിംഗുലർ അല്ല, പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. പ്ലൂറൽ വെർബാണ്. അപ്പോൾ ഈസ് സിംഗുലർ ആണ്, വരത്തില്ല. ഹാസ് വരത്തില്ല. ഒന്നെങ്കിൽ ആറ് വരണം അല്ലെങ്കിൽ ഹാവ് വരണം. പിന്നെ എന്താണ് നമുക്കറിയാം, എന്താണ് 4 വന്നതുകൊണ്ട് നമുക്ക് 4 വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് മനസ്സിലായി. അപ്പോൾ ഏതാ ഉത്തരം?
ഡി ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം 6 ഏതാ വരിക? പ്രസൻറ്റ് ഹാവ് ബീൻ ഗോസിപ്പിംഗ്. അപ്പോൾ ജോൺ ആൻഡ് ഹിസ് ഫ്രണ്ട് ഹാവ് ബീൻ ഗോസിപ്പിംഗ് ഫോർ 10 minutes എന്നാണ് നമ്മൾ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ നന്നായിട്ടൊന്ന് പഠിക്കുക. അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.